ഹലോ ഓൾ, വെഫി ഒരുക്കുന്ന +2 റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 2026 ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ് അല്ലേ. അപ്പോൾ 13 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഓവറോൾ +2 മാത്തമാറ്റിക്സ് കുറച്ചുകൂടെയൊക്കെ ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനൊക്കെ വരുന്ന കുറച്ചും കൂടി ത്രില്ലിംഗ് ആയ കാൽക്കുലേഷൻസൊക്കെ ഉള്ള ഒരു ഗ്രേഡാണ് 12th ഗ്രേഡ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യണം. എല്ലാവരും റിവിഷന് വേണ്ടി തയ്യാറായിട്ട് തന്നെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് മാട്രിക്സസ്, ഡിറ്റർമിനൻസ്, അതേപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അത് കഴിഞ്ഞാൽ അവസാനത്തെ 4 ചാപ്റ്റേഴ്സ് വെക്ടർ ഓൾജിബ്ര, അതേപോലെ തന്നെ 3D ജിയോമെട്രി, LPP, പ്രൊബബിലിറ്റി. ഇങ്ങനെയുള്ള 8 ചാപ്റ്റേഴ്സിനിടയിലുള്ള 5 ചാപ്റ്റേഴ്സാണ് കാൽക്കുലസ് അല്ലേ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി മുതൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെയുള്ള 5th to 9th ചാപ്റ്റേഴ്സാണ് നമുക്ക് കാൽക്കുലസിലുള്ളത്. ഏതായാലും വളരെ സമയമെടുത്ത് നമ്മളിതെല്ലാം പഠിച്ചതാണ്. കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് എല്ലാം മാക്സിമം നമ്മളെല്ലാവരും കവർ ചെയ്യണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളത് പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എനിഹൗ നമ്മൾ 11th പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് കുറേയൊക്കെ 12th ചാപ്റ്റേഴ്സ് ഉള്ളത്. കാൽക്കുലസ് മാത്രമാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ. സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് മാട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ഐഡിയ ചുരുങ്ങിയ സമയം കൊണ്ട് പറയും. ദെൻ 2025 ബോർഡ് എക്സാമിലും എക്സാമിലും അങ്ങനെ 2024 റീസെൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, പരിചയപ്പെടും. ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ക്ലാസ്സിൽ കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് ടച്ച് ചെയ്ത് പോവുകയും വേണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് മാട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് അല്ലേ. ആദ്യം തന്നെ 11th നമ്മൾ സെറ്റ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ കുറച്ചും കൂടെയൊക്കെ മാത്തമാറ്റിക്സിനോട് ഇഷ്ടം വന്നിരുന്നു. കാരണം കുറച്ചും കൂടി സിമ്പിളായ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു തുടങ്ങി അല്ലേ. അവസാനത്തിൽ +2 കുറച്ചുകൂടെയൊക്കെ നല്ല കാര്യങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ NCERT ഓർഡർ പ്രകാരം മാട്രിക്സസ് 3rd ചാപ്റ്റർ ആണെങ്കിലും നമ്മൾ ആദ്യം പഠിക്കാറുള്ള ചാപ്റ്റർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ +2 മാത്തമാറ്റിക്സും സിമ്പിളാണെന്ന് ഫീൽ ചെയ്യിപ്പിച്ച ഒരു ചാപ്റ്റർ കൂടിയാണ് മെട്രിക്സ് എന്നുള്ളത്. സോ നമുക്കറിയാം റെക്റ്റാങ്കുലർ അറേ ഓഫ് ദ നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. യൂഷ്വലി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഓർഡറാണ് ഒരു മെട്രിക്സിന് യൂണീക്ക് ആക്കുന്നത് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ A=ABCD എന്നൊരു മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ജനറലി പറയാറുള്ളത് M/N എന്നാണ് ഓർഡർ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. M റോയും N കോളംസും ഉള്ളൊരു മെട്രിക്സ് ആയിരിക്കും M/N മെട്രിക്സ് എന്നുള്ളത് അല്ലേ. ദെൻ ടൈപ്സ് ഓഫ് മെട്രിക്സ് ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറില്ല. ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ എങ്കിൽ റോ മെട്രിക്സ് ആണ്. ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ കോളം മെട്രിക്സ് ആണ്. റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും സെയിം ആണെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ് ആണ്. ദെൻ സ്ക്വയർ മെട്രിക്സിൻ്റെ ചില ടൈപ്പുകളാണ് പിന്നെ പഠിച്ച ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു 3x3 മെട്രിക്സിൽ അതിൽ ഡയഗണൽ എല്ലാം ഡിഫറൻറ്റും അതുപോലെ തന്നെ നോൺ ഡയഗണൽ എല്ലാം 0 ആയിട്ട് വരുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ 1 2 3 ബാക്കിയെല്ലാം 0 ഓക്കെ, ഇതാണ് ഡയഗണൽ മെട്രിക്സ്. ഇനി ഇതിൽ തന്നെ ഡയഗണൽ എല്ലാം സെയിം ആയിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് സ്കേലാർ മെട്രിക്സ് എന്ന് പഠിച്ചത് അല്ലേ. 4 4 4 ബാക്കിയെല്ലാം 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പഠിച്ചത്. ദെൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുമ്പോൾ ഡയഗണൽ എല്ലാം 1 ആവും. ക്ലിയർ അല്ലേ. 1 0 0 1 അത് 2x2 പറയാൻ പറ്റും, 3x3 പറയാൻ പറ്റും. അപ്പോൾ സ്ക്വയർ മെട്രിക്സിൻ്റെ ശേഷം ഡയഗണൽ, സ്കേലാർ, ഐഡൻറ്റിറ്റി. പ്രത്യേകത ഡയഗണൽ എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സും നോൺ ഡയഗണൽസ് എല്ലാം 0 ആകുമ്പോൾ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ദെൻ ഡയഗണൽസ് ഒക്കെ സെയിം ആണെങ്കിൽ സ്കേലാറാണ്. അതിൽ തന്നെ അതെല്ലാം 1 ആയിട്ട് വരുന്ന സമയത്ത് അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. ദെൻ എല്ലാ എലമെൻറ്റും 0 ആയിട്ടുള്ള മെട്രിക്സിനെ 0 മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയും അല്ലേ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, അഡീഷൻ ഓഫ് ദ മെട്രിക്സസ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷനിലൊന്നും ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഇക്വാലിറ്റി ഓഫ് ദ മെട്രിക്സിൻ്റെ കണ്ടീഷൻ നമുക്ക് അഡീഷനിലും സബ്ട്രാക്ഷനിലും ഉണ്ട്. എന്താണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുള്ള കണ്ടീഷൻ? എന്താണ്? അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം.
അതേപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളൊക്കെ ഈക്വലായിട്ട് വരികയും വേണം. അപ്പോൾ മാത്രമാണ് നമുക്ക് രണ്ട് മെട്രിക്സ് ഈക്വൽ മെട്രിക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഫോർ എക്സാമ്പിൾ ABCD ഇസ് ഈക്വൽ ടു -1 2 3 1 എന്ന് പറയുമ്പോൾ A ഇസ് ഈക്വൽ ടു -1 ആണ്, B ഇസ് ഈക്വൽ ടു 2 ആണ്, C ഇസ് ഈക്വൽ ടു 3 ആണ്, D ഇസ് ഈക്വൽ ടു 1 ആണ്. ഇതേപോലെ ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമാണ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ കണ്ടീഷനൊന്നുമില്ല, ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ആഡഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ മുതലാണ് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത് അല്ലേ. ജനറലി പറയുന്ന കാര്യം ഒരു M/N മെട്രിക്സും ഒരു N/P മെട്രിക്സും ഇത് രണ്ടും തമ്മിലാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും സെയിം ആവണം, എങ്കിൽ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് തന്നെ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? M/P ആണ്. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം. ദെൻ ട്രാൻസ്പോസ് എല്ലാവർക്കും അറിയാം. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗിവൺ മെട്രിക്സിൻ്റെ ഇൻ്റർചേഞ്ചിങ് ദ റോ ആൻഡ് കോളം, ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ റോ ആൻഡ് കോളം ആണ് ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ്. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നല്ല വൃത്തിക്ക് അറിയണം. ദാറ്റ് ഈസ് A + B ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ആണ്. അതേപോലെ തന്നെ മൈനസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. ദെൻ AB ഓൾ ട്രാൻസ്പോസ് എന്താണ്? AB ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. A ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് നമ്മൾ സെറ്റിലൊക്കെ പഠിക്കുന്ന ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ ഇവിടെയുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഡബിൾ ട്രാൻസ്പോസ് വന്നാൽ സെയിം മെട്രിക്സ് തന്നെ കിട്ടും. ദെൻ കോൺസ്റ്റൻ്റ് വന്നാൽ കോൺസ്റ്റൻ്റ് പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. ദെൻ ഇതിൻ്റെ ഇൻവേഴ്സ് കാണുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് വരാറുള്ളത് ഇങ്ങനെയാണ്. ഇപ്പോൾ A² - 5A + 6I is equal to 0 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഹെൻസ് ഫൈൻഡ് A ഇൻവേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ എല്ലാ ടേമിനെയും A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ഇൻറ്റു A² -5 ഇൻറ്റു A ഇൻറ്റു A ഇൻവേഴ്സ് + 6I ഇൻറ്റു A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് A ഇൻവേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ കാര്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ ഇനി ഡിറ്റർമിനൻസിലേക്ക് വന്നാൽ നമുക്കറിയാം എന്താണ് ഡിറ്റർമിനൻറ്റ്. ഒരു 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ B is equal to 2 4 5 6. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് B എന്നാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെല്ലാം രീതിയിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. ഡിറ്റർമിനൻറ്റ് A ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്, ഡിറ്റ് A എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ അല്ലേ. സോ ഇവിടെ ഡിറ്റർമിനൻറ്റ് B is equal to 2 × 6 - 5 × 4 that is equal to 12 - 20 that is equal to -8 ആണ്. അറിയേണ്ട കാര്യം എന്താണ് ഡിറ്റർമിനൻറ്റ്? റിയൽ നമ്പർ അസോസിയേറ്റഡ് വിത്ത് ദി സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഡിറ്റർമിനൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന എല്ലാം സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഡിറ്റർമിനൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഉള്ളൂ. സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ എന്നുള്ള കോൺസെപ്റ്റ് ജസ്റ്റ് ആ വേർഡ് എന്ന് അറിഞ്ഞിരിക്കുക. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് 0 ആകുന്ന സമയത്താണ് സിംഗുലർ ആവുക. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് ≠ 0 വരണം അല്ലേ. അതാണ് സിംഗുലർ ആൻഡ് നോൺ സിംഗുലറിൻ്റെ കോൺസെപ്റ്റ്. ദെൻ മൈനർ കോഫാക്ടർ, അതുപോലെ തന്നെ അഡ്ജോയിൻറ്റ്. അഡ്ജോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് A ഇൻവേഴ്സ് ഒക്കെ കാണാൻ അഡ്ജോയിൻറ്റ് ആവശ്യമുണ്ട്. സോ മൈനറൊക്കെ നമുക്കറിയാം, റോയും കോളും ഡിലീറ്റ് ചെയ്ത് കിട്ടുന്ന എലമെൻ്റ് ആയിരിക്കും. 2/2 ആണെങ്കിൽ 3/3 ആകുമ്പോൾ റോയും കോളും ഡിലീറ്റ് ചെയ്താൽ 4 എലമെൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി അല്ലേ. അങ്ങനെയാണ് മൈനറും. ദെൻ അതിൻ്റെ ഓഡ് വരുന്ന പൊസിഷനുകളിൽ സൈൻ ചേഞ്ച് ചെയ്താൽ കോഫാക്ടർ കിട്ടും. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻറ്റ്. ദെൻ അതൊക്കെ പഠിച്ചതിന് ശേഷം A ഇൻവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻസിൽ നമുക്ക് A ഇൻവേഴ്സ് കാണാൻ തന്നെ ഉണ്ടാവാറുണ്ട്. A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് A ബൈ ഡിറ്റർമിനൻറ്റ് A ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ് സംടൈംസ് നമുക്ക് അറിയേണ്ടി വരിക. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി എന്താണ്? A ഇൻറ്റു അഡ്ജിയ ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജിയ ഇൻറ്റു A ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു I എന്ന പ്രോപ്പർട്ടി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ ആക്ച്വലി ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് A ഇൻറ്റു അഡ്ജിയ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു I, അല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് A ഇൻറ്റു A ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു I. ഇത് രണ്ടും എന്ത് ചെയ്യുക? നന്നായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക.
ദെൻ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വരുന്ന ചില പാർട്ട് കൂടി നമുക്കുണ്ടായിരുന്നു അല്ലേ. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം 3 ഇക്വേഷൻസ് തരും. നമുക്കതിനെ എക്സ് വൈ സെഡിൻ്റെ എല്ലാം കോഎഫിഷ്യൻറ്റിൻ്റെ മെട്രിക്സിനെ കോഎഫിഷ്യൻ മെട്രിക്സ് എന്നും അത് എ മെട്രിക്സ് എന്നും ദെൻ എക്സ് വൈ സെഡിനെ എക്സ് മെട്രിക്സ് എന്നും ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ ഇൻഡു ചെയ്താൽ കിട്ടുന്നതിനെ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ദാറ്റ് ഈസ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നൊക്കെ ആക്കിയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അതിൽ തന്നെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ബി എന്നാക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആ 3 അൺനോൺ വേരിയബിൾ ആയിട്ടുള്ള എക്സ് വൈ സെഡ് കാണുന്നത്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിലെ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിൽ അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. വളരെ ഈസി ചാപ്റ്ററാണ്, എല്ലാവരും ഷുവറായിട്ട് ആൻസർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ 2 ചാപ്റ്റേഴ്സ്. സോ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോയോക്കാം അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായി കാണിക്കുന്നത് 2025-ലും 24-ലൊക്കെ ചോദിച്ച ബോർഡിലെയും സേ എക്സാമിലെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മെട്രിക്സ് ഉണ്ട് എ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ വാല്യൂ ഓഫ് ആൽഫ എന്താണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ ഇത്തിരി ഫാസ്റ്റായിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ പിന്നെ ബാക്കിൽ നിന്ന് വീണ്ടും കണ്ടിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നോക്കാം. ആവശ്യമായ സ്റ്റെപ്പൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. സോ എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ വാല്യൂ ഓഫ് ആൽഫ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എ മെട്രിക്സ് എന്താണ്? കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ദെൻ സൈൻ ആൽഫ കോസ് ആൽഫ. ഇതാണ് എ മെട്രിക്സ്. എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ദെൻ മൈനസ് സൈൻ ആൽഫ ഇങ്ങോട്ട് വരും, ദെൻ സൈൻ ആൽഫ ഇങ്ങോട്ട് വരും, ദെൻ കോസ് ആൽഫ ഇങ്ങോട്ട് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് 1 0 0 1 ആണ്. സോ ഈസി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ എന്താണ്? 2 കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0, സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ 0, 2 കോസ് ആൽഫ. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 0 0 1 ആണെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രം കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടില്ലേ? ദാറ്റ് ഈസ് 2 കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 1 ആണ്. കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 1/2 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോസ് എവിടെയാണ് 1/2 ആവല്? യെസ്, 60 ഡിഗ്രിയിലല്ലേ. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വാലിറ്റി ഓഫ് ദ മെട്രിക്സും അഡീഷൻ ഓഫ് ദ മെട്രിക്സും അറിഞ്ഞ ഒരാൾക്ക് വളരെ ഡയറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. For the matrix A is equal to 2 3 1 2, show that A square minus 4A plus I is equal to 0 where I is the identity matrix. ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു സ്റ്റെപ്പാണ് എ സ്ക്വയർ കാണുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. പലർക്കും കൺഫ്യൂഷനാണ്. എലമെൻറ്റുകളെ സ്ക്വയർ ചെയ്യല്ല വേണ്ടത്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. ദാറ്റ് ഈസ് 2 3 1 2 ദെൻ ഇൻറ്റു 2 3 1 2 ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 2 × 2 4 പ്ലസ് 3 × 1 അല്ലേ, 3 4 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 7. ദെൻ 2 × 3 6 പ്ലസ് 3 × 2 6 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 12. ദെൻ 1 × 2 2 പ്ലസ് 2 × 1 2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4. 1 × 3 3 പ്ലസ് 2 × 2 4, ദാറ്റ് ഈസ് 3 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 7. ഇതാണ് നമുക്ക് എ സ്ക്വയർ കിട്ടുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ട് എ സ്ക്വയർ മൈനസ് 4A പ്ലസ് ഐ ഒന്ന് പറഞ്ഞു നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ കിട്ടി 7 12 4 7 ആണ്. ദെൻ 4A എന്ന് പറഞ്ഞാൽ എന്താണ്? 4A 4 × 2 8, 4 × 3 12, ദെൻ 4 × 1 4, 4 × 2 8. അഥവാ ഒറിജിനൽ മെട്രിക്സിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ദെൻ പ്ലസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണ്? 1 0 0 1 അല്ലേ. എന്താ കിട്ടും നോക്കി? 7 - 8 -1 + 1 0, 12 - 12 0, 4 - 4 0, 7 - 8 + 1 is equal to 0 ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ. അതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്പർ തെറ്റിക്കാതെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യണേ. പിന്നെ ഇതൊരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആർക്കും റൈറ്റ് സൈഡിൽ 0 അല്ലാത്ത വേറെ നമ്പറൊന്നും വരാൻ വേണ്ടി പാടില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. മെട്രിക്സ് തന്നിട്ടുണ്ട്, നിങ്ങളോട് ആ ഒരു പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാനാണ്. അതും ഒരു പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ആണ്. അപ്പോൾ അഡ്ജോയിൻറ്റ് കാണാൻ 2/2 ആകുമ്പോൾ അഡ്ജോയിൻറ്റ് കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അല്ലേ? എന്താണത്? 1 - 2 4 5. ഞാൻ അത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. 1 - 2 4 5. അപ്പോൾ അഡ്ജോയിൻറ്റ് എ 2/2 മെട്രിക്സ് ആകുന്ന കേസിൽ നമുക്ക് എന്ത് വേണ്ട? നമുക്കിങ്ങനെ മൈനറും കോഫാക്ടറും ഒന്നും കാണേണ്ട ആവശ്യമില്ല. മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യും അല്ലേ? മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച്, അതർ ഡയഗണൽ സൈൻ ചേഞ്ച്, അതാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ 5ഉം 1ഉം ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തു, അതർ ഡയഗണൽ സൈൻ ചേഞ്ച് ചെയ്തു, അപ്പോൾ 2 ആൻഡ് -4 ആയി. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അഡ്ജോയിൻറ്റ് കാണാൻ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന 2/2ൻ്റെ കേസിൽ കാണാൻ പറ്റുന്നതാണത് അല്ലേ? ദെൻ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യാം. ദെൻ എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ സിമെട്രിക് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലേ? സിമെട്രിക് നമ്മൾ മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിൻ്റെ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ തന്നെ വരികയാണെങ്കിൽ അത് സിമെട്രിക് ആണ്. അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ 2/2 ആണെങ്കിലും 3/3 ആണെങ്കിലും നമ്മൾ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 2/2 മെട്രിക്സ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ മെയിൻ ഡയഗണൽ ഇഷ്ടമുള്ളത് എഴുതുക. ഞാൻ 1 2 എന്ന് എഴുതി, അതർ ഡയഗണൽ സെയിം ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇതെപ്പോഴും സിമെട്രിക് ആയിരിക്കും. 3/3 ആണെങ്കിലും ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ 1 2 3 മെയിൻ ഡയഗണൽ ഞാൻ ഇഷ്ടമുള്ള നമ്പർ എഴുതി. ഇനി മിറർ പൊസിഷനിലുള്ള എലമെൻസുകൾ ഞാൻ സെയിം ആയിട്ടാണ് എഴുതേണ്ടത് അല്ലേ? 4 എഴുതാൻ ഇവിടെ 4 വരണം, ഇവിടെ 0 എഴുതാണെങ്കിൽ ഇവിടെയും 0 വരണം, ഇവിടെ 7 എഴുതാണെങ്കിൽ ഇവിടെയും 7 വരണം. ഇതെന്തായിരിക്കും? ഇതും സിമെട്രിക് ആയിരിക്കും. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് എങ്ങനെയാണ് കണ്ടാൽ മനസ്സിലാവുക എന്നുള്ളതും എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും ഞാൻ പറഞ്ഞു. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ തന്നെ എഴുതുക കിട്ടുകയാണെങ്കിൽ അത് സിമെട്രിക് ആണ്. അത് എഴുതാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണൽ ഇഷ്ടമുള്ളത് എഴുതുക, ദെൻ മിറർ പൊസിഷനിലുള്ള എലമെൻസുകൾ സെയിം ആയിട്ട് എഴുതിയാൽ മതി. ദെൻ അടുത്തത് സ്ക്യൂ സിമെട്രിക് ആണ്. സ്ക്യൂ നമുക്കറിയാം, എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്നുള്ളത് മെട്രിക്സിലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ സ്ക്യൂ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താടാ? -a ആണ്, -a. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതുന്നത് പറഞ്ഞാൽ മെയിൻ ഡയഗണൽ എപ്പോഴും 0 എഴുതണം. ഓക്കെ, സ്ക്യൂവിൻ്റെ പ്രത്യേകത ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോസ് എന്നാണ്. ദെൻ അതർ ഡയഗണൽ ഓപ്പോസിറ്റ് സൈൻ ആക്കിയിട്ട് എഴുതിയാൽ മതി. 1 എഴുതുകയാണെങ്കിൽ -1. ഓക്കെ, 3/3 ആണെങ്കിലും അതേ ഐഡിയ യൂസ് ചെയ്യാം. 0 0 0. ഞാൻ ഇവിടെ 2 എഴുതുകയാണെങ്കിൽ ഇവിടെ -2 എഴുതാം, ഇവിടെ -3 എഴുതുകയാണെങ്കിൽ ഇവിടെ +3 എഴുതാം, ഇവിടെ 4 എഴുതിയാൽ ഇവിടെ -4 എഴുതണം. ഇത്രയേ ഉള്ളൂ. കണ്ടോ? മിറർ പൊസിഷനിൽ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈനുള്ള നമ്പേഴ്സായിട്ട് എഴുതുക. ഇതാണ് സ്ക്യൂ സിമെട്രിക്കിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഏതൊരു മെട്രിക്സിനും A+A ട്രാൻസ്പോസ് എന്താണ്? A+A ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് സിമെട്രിക് ആണ്. അറിഞ്ഞു വെക്കണേ. നമുക്ക് ആ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ ഈ ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ A- A ട്രാൻസ്പോസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ക്ലിയർ? സോ A is equal to ½ into A+A ട്രാൻസ്പോസ് പ്ലസ് ½ into A- A ട്രാൻസ്പോസ് എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാറുള്ളത് അല്ലേ? സോ അതുകൊണ്ട് നല്ല വൃത്തിക്ക് ഇതെല്ലാവരും പഠിച്ചു വെക്കണം. ആ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യണം. ദ സെയിം മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആയിട്ട് എഴുതാനാണ് നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചെയ്യല്ലോ? ഓക്കെ. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഡിറ്റർമിനൻസ് ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഇനി വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഞാൻ വിട്ടുതരും. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് പി എന്താണ്? നമുക്കറിയാം സിംഗുലറിൻ്റെ കണ്ടീഷൻ തന്നെ എന്താണ്? 0 ആവുക എന്നുള്ളതാണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ 0 ആണ്. ദെൻ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാനാണ്. ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് 4 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടുന്ന് നമുക്കിങ്ങനെ ഉള്ളത്. സോ ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസിലെ XYZ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്. 3 - 2 3, 2 1 -1, ദെൻ 4 - 3 2. ക്ലിയർ അല്ലേ? എക്സ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് XYZ ആണ്. ബി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് 8 1 4 ആണ്. അപ്പോൾ ആദ്യം കാണേണ്ടത് അഡ്ജോയിൻ്റ് ആണ്.
അപ്പോൾ അഡ്ജോയിൻറ്റ് നിങ്ങളെങ്ങനെയാണോ കാണാറുള്ളത്, നിങ്ങൾ മൈനർ എഴുതിയിട്ട് കോഫാക്ടർ എഴുതിയിട്ട് അങ്ങനെ അത്യാവശ്യം സ്പേസ് എടുത്തിട്ട് എഴുതിയിട്ടാണ് പലരും കാണാറുള്ളത്. അങ്ങനെ തന്നെ കാണുക. ഡിപ്പെൻസ് ദ മാർക്ക് അനുസരിച്ച് എത്രയും കൂടുതൽ എഴുതാൻ വേണ്ടി പറ്റും അത്രയൊക്കെ എഴുതുക. നമുക്ക് എളുപ്പത്തിൽ അഡ്ജോയിൻറ്റ് കാണാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ എന്ന് പറഞ്ഞാൽ റോയും കോളും ഡിലീറ്റ് ചെയ്താൽ ബാക്കി 4 ആളുടെ ഡിറ്റർമിനൻ്റ് ആണ്. ആ ഡിറ്റർമിനൻറ്റിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആ മൈനറിനെ കോഫാക്ടർ ആക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ ജെൻ്റെ സമ്മ് ഓട് വരുന്ന പൊസിഷനിൽ സൈൻ മാറ്റി കൊടുക്കുക, അപ്പോൾ കോഫാക്ടർ കിട്ടും. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് ആക്ച്വലി അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒറ്റയടിക്ക് എഴുതണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്കറിയാം, ഐ ജെ ഓട് വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 4 പൊസിഷനാണ്. ആ 4 സ്ഥലങ്ങളിൽ മാത്രം സൈൻ മാറ്റുക. ദെൻ ഞാൻ ഓരോ എലമെൻറ്റിൻ്റെയും ഇങ്ങനെയുള്ള റോയുടെ എലമെൻസിൻ്റെ കോഫാക്ടറുകൾ ഞാൻ ഇങ്ങനെ കോളം വൈസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഒറ്റയടിക്ക് ട്രാൻസ്പോസ് ആവൂലേ. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു നോക്കാം. 3 റോയും കോളും ഡിലീറ്റ് ചെയ്താൽ 2 - 3 -1 ആണ്. സൈൻ ചേഞ്ച് ചെയ്യേണ്ട പൊസിഷൻ അല്ല. സോ എനിക്ക് ഡയറക്റ്റ് ചെയ്താൻ വേണ്ടി പറ്റും -1 ആണ്. അടുത്ത -2ൻ്റെ റോയും കോളും ഡിലീറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 2 × 2 4 -4 4 + 4 8 ആണ്. ബട്ട് സൈൻ ചേഞ്ച് ചെയ്യണം, അതുകൊണ്ട് -8 ആണ്. 3 റോ കോൾ ഡിലീറ്റ് ചെയ്താൽ 2 × -3 -6 -6 -4 -10 ആണ്. സൈൻ ചേഞ്ച് ചെയ്യേണ്ട. ദെൻ അടുത്തത്, അപ്പോൾ ഞാൻ റോ എലമെൻസിൻ്റെ എല്ലാം കോഫാക്ടർ ഞാൻ കോളത്തിലാണ് എഴുതിയത് അല്ലേ. ദെൻ 2ൻ്റെ റോയും കോളും ഡിലീറ്റ് ചെയ്താൽ -4 + 9 -4 + 9 ആണ്. അത് 5 ആണ്. സൈൻ ചേഞ്ച് ചെയ്യണം, -5 ആവും. അടുത്തത് 3 × 2 6 -12 ആണ്. 6 - 12 -6 ആണ്. സൈൻ ചേഞ്ച് ചെയ്യേണ്ട. അടുത്ത റോയും കോളും ഡിലീറ്റ് ചെയ്താൽ -9 + 8 ആണ്. -9 + 8 -9 + 8 എന്ന് പറഞ്ഞാൽ -1 ആണ്. സൈൻ ചേഞ്ച് ചെയ്യണം, +1 ആവും. ഇതിനടുത്തത് 4 ആണ് അല്ലേ. 4ന് റോയും കോളും ഡിലീറ്റ് ചെയ്താൽ 2 - 3 -1 ആണ്. സൈൻ ചേഞ്ച് ചെയ്യേണ്ട. ഇതിനടുത്ത് -3ൻ്റെയാണ്. റോയും കോളും ഡിലീറ്റ് ചെയ്താൽ -3 -6 -9 ആവും. സൈൻ ചേഞ്ച് ചെയ്യണം, അതുകൊണ്ട് +9 ആവും. ഇതിനടുത്ത് 2ന് റോയും കോളും ഡിലീറ്റ് ചെയ്താൽ 3 + 4 അല്ലേ. 3 + 4 7 ആണ് വരുന്നത്. അഡ്ജോയിൻറ്റ് ക്ലിയർ അല്ലേ. നിങ്ങൾ പതിയെ ചെയ്ത് നോക്കണേ, അഡ്ജോയിൻറ്റ് ക്ലിയർ എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ഡിറ്റർമിനൻ്റ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. ഡിറ്റർമിനൻ്റ് ഞാൻ ഡിറ്റർമിനൻ്റ് കാണാൻ ഇവിടെയും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താണ്, ഫസ്റ്റ് റോയെ അഡ്ജോയിൻറ്റിൻ്റെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒറ്റയടിക്ക് ഡിറ്റർമിനൻ്റ് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ 3 × -1 + -2 × -8 + 3 × -10 ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അഥവാ ഈ ഒരു ഫസ്റ്റ് റോയെ ഈ ഫസ്റ്റ് കോളം കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. ഓക്കെ അല്ലേ. 3 × -1 + -2 × -8 + 3 × -10 നമുക്ക് എന്താ വരും നോക്കാം. -3 + 16 -30 ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് -3 - 14 ദാറ്റ് ഈസ് -17 എന്നാണ് വരുന്നത് ഡിറ്റർമിനൻ്റ് വാല്യൂ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം x = A ഇൻവേഴ്സ് × B അല്ലേ. x = A ഇൻവേഴ്സ് × B ആണ്. അപ്പോൾ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/det A × adjoint A × B ആണ് അല്ലേ. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് 1/-17 adjoint A ദാറ്റ് ഈസ് -1 -5 -1 -8 -6 9 -10 1 7 ക്ലിയർ ഇൻറ്റു B. B എന്ന് പറഞ്ഞാൽ 8 1 4 ആണ്. ഓക്കെ അല്ലേ. ഇനി സാധാരണ പോലെ റോ ഇൻറ്റു കോളം വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 1/-17 ഇൻറ്റു ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. -8 + -5 -13 -4 -17 -64 -70 -70 + 36 -70 + 36 ദാറ്റ് ഈസ് -34. അടുത്ത് -80 + 1 -79 -79 + 28 കൃത്യമല്ലേ. 24 28 29 29 - 80 29 - 80 എത്ര വരും? ഓക്കെ 51 അല്ലേ വരുന്നത്. കറക്റ്റ് അല്ലേ. അപ്പോൾ -51 വരും.
ദാറ്റ് ഈസ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 2 3. ഓക്കെ, ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന വളരെ ഇഷ്ടപ്പെട്ട നമ്പേഴ്സാണ് അല്ലേ? ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, സെഡ് ഇസ് ഈക്വൽ ടു 3. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അഡ്ജോയിൻ്റ് കാണാൻ പറ്റിയതുകൊണ്ട് കാൽക്കുലേഷനൊക്കെ ഇത്തിരി ഫാസ്റ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ഞാൻ ഈ സമയത്ത് ചെയ്തത് തന്നെ ഈ ക്വസ്റ്റ്യൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ പലതവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഇതെല്ലാവരും ചെയ്ത് പഠിക്കുകയും വേണം. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഓരോന്നും വൃത്തിയിൽ ചെയ്ത് കാൽക്കുലേഷൻ തെറ്റാതിരിക്കുക. ഇവിടെ നിന്ന് ആകെ ഒറ്റ മിസ്റ്റേക്ക് മാത്രമേ പറ്റുള്ളൂ, കാൽക്കുലേഷൻ തെറ്റുക എന്നുള്ളതാണ്. സോ അതെല്ലാവരും സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, 4th ക്വസ്റ്റ്യൻ, 4th 5th ഉണ്ട്. അതേപോലെ തന്നെ 6th ക്വസ്റ്റ്യൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണേ. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ്, യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ മെനി സൊല്യൂഷൻ ഒക്കെ വരാം. അഥവാ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഉറപ്പാണ് സൊല്യൂഷൻ ഉണ്ട്, യുണീക്ക് സൊല്യൂഷനാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ കേസിലൊക്കെ ഓൾമോസ്റ്റ് ആൻസർ കിട്ടും. ഡിറ്റർമിനൻ്റ് 0 അല്ല എന്നുള്ള പ്രൂഫ് തന്നെ മതിയാവും. ഓക്കെ അല്ലേ? ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. +1 റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ +2 ഒന്നും കൂടെ ടൈപ്സ് ഓഫ് റിലേഷനും ടൈപ്സ് ഓഫ് ഫംഗ്ഷനും പഠിക്കാനുള്ളത് അല്ലേ? പ്രധാനമായിട്ട് ടൈപ്സ് ഓഫ് റിലേഷൻ ഏതൊക്കെയുണ്ട്? ടൈപ്സ് ഓഫ് റിലേഷൻസ് റിഫ്ലക്സീവ് ഉണ്ട്, സിമെട്രിക് ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട്. A, ബിലോങ്സ് ടു R ഫോർ എവരി A ബിലോങ്സ് ടു സെറ്റ് A. സെറ്റ് എയിലെ എല്ലാ എലമെൻറ്റിനും A, റിലേഷനിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? റിഫ്ലക്സീവ് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഈഫ് A, B ബിലോങ്സ് ടു ദ റിലേഷൻ ദാറ്റ് ഇംപ്ലൈസ് B, A ഓൾസോ ബിലോങ്സ് ടു ദ റിലേഷൻ. സിമെട്രിക് ആയിരിക്കും. എ ബി ഉണ്ടെങ്കിൽ ബി ഉണ്ടാവണം. എ ബി ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു എ ബി ഉണ്ടെങ്കിൽ ബി ഉണ്ടാവണം. ഓക്കെ, അതിനടുത്ത് ദിസ് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ബി ആൻഡ് ബി സി ബിലോങ്സ് ടു ദ റിലേഷൻ ദാറ്റ് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ദ റിലേഷൻ. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ 1 3 ഉണ്ടാവണം, അപ്പോൾ ട്രാൻസിറ്റീവ് ആയിരിക്കും. 1 2 2 3 ഉണ്ടായിട്ട് 1 3 ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ അല്ലേ? ദെൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അതിനെന്ത് പറയും? ഇക്വാലൻസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇക്വാലൻസ്. ഇതിനടുത്ത ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ നമുക്ക് ആദ്യം ഇൻജക്റ്റീവ് ആണ് അല്ലേ? അതിനെ 1 1 ആണ് നമ്മൾ അധികം യൂസ് ചെയ്യാറുള്ളത്. 1 1 എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവ് തന്നെയാണ്, രണ്ടും ഒന്നാണ്. 1 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണ്? f(x1) ഈക്വൽ ടു f(x2) ദാറ്റ് ഇംപ്ലൈസ് x1 is equal to x2 എന്ന് പ്രൂവ് ചെയ്യലാണ് വേണ്ടത്. ദെൻ അടുത്തത് ഓൺ ടു ആണ്. ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓൺ ടു ആണ് അല്ലേ? ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ. അതാണ് കണ്ടീഷൻ. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ. കോഡൊമെയിനിൽ എല്ലാവർക്കും പ്രീമേജ് ഉണ്ടെങ്കിൽ അഥവാ റേഞ്ചും കോഡൊമെയിനും സെയിം ആയിട്ട് വന്നാൽ അതിനാണ് സർജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെങ്കിൽ അതിനെന്ത് പറയും? ബൈജക്റ്റീവ് എന്ന് പറയും. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ആൻഡ് ഓൺ ടു ആവണം, രണ്ടും ആവണം. 1 1 ആവണം, ഓൺ ടു ആവണം. ക്ലിയർ അല്ലേ? സോ ഇതാണ് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ റേഞ്ച് കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. റേഞ്ച് കാണാൻ ഡിപ്പെൻസ് ദ ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യനിൽ വൈ കൊടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചിലതിൽ ഡിനോമിനേറ്ററിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വൈ എസ് ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്ത അവസാനം എക്സ് എസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയാൽ വൈ എന്താവരുന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ റേഞ്ച് കണ്ട് പഠിക്കുകയാണ് അവിടെ വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനം. ബാക്കിയെല്ലാം 11th പഠിച്ച കാര്യങ്ങൾ, +1 പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വന്ന് നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f(x) is equal to 2x is injective. 2x എന്ന ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ്. അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക, സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും ഇൻജക്റ്റീവ് ആയിരിക്കും വരിക അല്ലേ? കാരണം നമുക്ക് ഡിഫറെൻ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് ഉണ്ടാകുന്ന കേസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? f(x1) is equal to f(x2) അഥവാ 2x1 is equal to 2x2. 2 ക്യാൻസൽ ചെയ്താൽ x1 is equal to x2, therefore ഇൻജക്റ്റീവ്. അതല്ലേ 1 1ൻ്റെ കണ്ടീഷൻ. അത്ര മാത്രം എഴുതിയാൽ മതി അവിടെ. എപ്പോഴും മനസ്സിലാക്കുക, ഒരു ലീനിയർ ഫംഗ്ഷൻ എപ്പോഴും നമുക്ക് ഇൻജക്റ്റീവായിട്ട് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. അടുത്ത കൺസിഡർ ദി ഫോളോയിങ് ഗ്രാഫ്. ചെക്ക് വെദർ ദ എബോവ് ഗ്രാഫ് ഈസ് ഇൻജക്റ്റീവ് ഓർ സർജക്റ്റീവ്. ഇൻജക്റ്റീവ് ആണോ സർജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇൻജക്റ്റീവ് ആണോ സർജക്റ്റീവ് ആണോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കൂ, -2ൻ്റെ ഇമേജും +2ൻ്റെ ഇമേജും സെയിം അല്ല ഇവിടെ.
-2ൻ്റെ ഇമേജും +2ൻ്റെ ഇമേജും രണ്ടും പ്രശ്നമാണ്, രണ്ടും സെയിം ഇമേജാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഇൻജക്റ്റീവ് ആവുമോ? ഒരിക്കലും ഇൻജക്റ്റീവ് ആവില്ല. ദെൻ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രാഫാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഈ കേസ് നമുക്ക് ഓൺ ടു അല്ല. കാരണം എന്താ? -1ന് എന്തില്ല? പ്രീമേജ് ഇല്ല, -2ന് പ്രീമേജ് ഇല്ല അല്ലേ? വൈ ആക്സിലേക്ക് നോക്കുമ്പോൾ വൈ ആക്സിലെ താഴെ ഭാഗത്തേക്ക്, 0ൻ്റെ താഴെ ഭാഗത്തേക്ക് നെഗറ്റീവ് നമ്പേഴ്സിന് ഒന്നും എന്തില്ല? പ്രീമേജ് ഇല്ല. അതുകൊണ്ട് ഇത് സർജക്റ്റീവ് ആവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണേ. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആയതുകൊണ്ട് എന്താവില്ല? ഇത് സർജക്റ്റീവും ആവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ റേഞ്ച് കോഡൊമൈന് സെയിം അല്ല. കോഡൊമൈൻ റിയൽ നമ്പേഴ്സാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആൻഡ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സെയിം ആകുമ്പോൾ മാത്രമാണ് സർജക്റ്റീവ് ആവുള്ളൂ. ക്ലിയർ അല്ലേ അത്? ഓക്കെ. അടുത്തത്, ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് 1 2 3 ഗിവൺ ബൈ ആർ ഇസ് ഈക്വൽ ടു 2 3 ആൻഡ് 3 2 ഉണ്ട്. അത് ഏത് ടൈപ്പ് റിലേഷൻ ആണെന്നുള്ളതാണ്. റിഫ്ലക്സീവ് എന്തായാലും റിഫ്ലക്സീവ് ആവണമെങ്കിൽ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. എന്തായാലും ഇല്ല. 2 3 ഉണ്ടെങ്കിൽ 3 2 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സിമെട്രിക് അല്ലേ? ഈസി ആയിട്ട് തന്നെ പറയാൻ പറ്റും ഇത് സിമെട്രിക് റിലേഷനാണ്. ദെൻ 4x + 3 അത് ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് എഫ് ഇൻവേഴ്സ് ഒക്കെ കാണാനാണ് പറഞ്ഞത്. ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഒട്ടും കൺഫ്യൂഷൻ ഉള്ള ആവശ്യമില്ല. നിങ്ങൾ അത് ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ, ഇൻവെർട്ടിബിൾ ആവുള്ളൂ. സോ ഇത് ബൈജക്റ്റീവ് ആണെന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? എങ്ങനെ പറയാൻ പറ്റുക? 4x1 + 3 = 4x2 + 3. ഞാൻ അത് ഇൻജക്റ്റീവ് പ്രൂവ് ചെയ്യണേ. അപ്പോൾ 3 3 ക്യാൻസൽ ചെയ്താൽ 4x1 = 4x2. അപ്പോൾ x1 = x2. 4 4 ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ ഇൻജക്റ്റീവ് അല്ലേ? ഇനി നമുക്ക് ഓൺ ടു പ്രൂവ് ചെയ്യാം. y = 4x + 3 അല്ലേ? ഇനി എക്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലേ? ദാറ്റ് ഈസ് 4x = y - 3. ദാറ്റ് ഈസ് x എന്താണ്? y - 3/4. അപ്പോൾ y ക്യാൻ ബി എനി റിയൽ നമ്പേഴ്സ് അല്ലേ? y ഓൾസോ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും റേഞ്ച് = കോഡൊമൈൻ ആയതുകൊണ്ട് ദിസ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. എടാ 1 1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ ബൈജക്റ്റീവ് അല്ലേ? ദെർഫോർ ബൈജക്റ്റീവ് ആൻഡ് ഇൻവേർട്ടിബിൾ. ബൈജക്റ്റീവ് ആണ്, ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ x = എന്ന ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ x = y - 3/4. എടാ നിങ്ങൾ എഫ് ഇൻവേഴ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ വൈനെ മാറ്റിയിട്ട് എക്സ് ആക്കിയാൽ മതി. x - 3/4 ആണ്. ഇത്രയേ ഉള്ളൂ പണിയാകെ. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ കാണുക, എന്നിട്ട് y ഉള്ള സ്ഥാനത്ത് വീണ്ടും x ഇട്ട് കൊടുത്താൽ അതിന് ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. റെഡി അല്ലേ? ഇവിടെ അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ മാത്രം ഒന്നുമില്ല. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ദ ഓർഡർഡ് പെയർസ് ടു ഫോം എ റിഫ്ലക്സീവ് റിലേഷൻ A = 1 2 3? മിനിമം നമ്പർ ഓഫ് ഓർഡർഡ് പെയർസ് റിഫ്ലക്സീവ് ആക്കണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഓർഡർഡ് പെയർസ് ആരൊക്കെയാണ്? 1 2 3 എന്ന സെറ്റിൽ നമുക്കറിയാം 1 1 2 2 3 3 ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലക്സീവ് ആവുള്ളൂ. അതുകൊണ്ട് മിനിമം ആ 3 ഓർഡർഡ് പെയർ നിർബന്ധമല്ലേ? അതുകൊണ്ട് 3 ആണ് ആൻസർ. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഇക്വാലൻസ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. സിമ്പിൾ ചാപ്റ്ററാണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബോർഡിന് അതേ മോഡൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. റെഡി അല്ലേ? ഡൺ. ചെയ്ത് നോക്കണേ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡൽ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് ഒരാൾ വൃത്തിയായിട്ട് എക്സാമ്പിളും എക്സസൈസൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ ഒരു ബുദ്ധിമുട്ടും മാത്തമാറ്റിക്സിൻ്റെ കേസിൽ ഉണ്ടാവില്ല. അങ്ങനെ അൺഫെമിലിയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഔട്ട് ഓഫ് ദ NCERT നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സും ഇതേപോലെ ഒരു സിമ്പിൾ ആൻഡ് സ്മോൾ ചാപ്റ്ററാണ്. അറിയേണ്ടത് 6 ഇൻവേഴ്സ് ഫങ്ഷൻസിൻ്റെയും ഡൊമൈനും റേഞ്ചും അറിയണം. ഡൊമൈൻ റേഞ്ച്, ആ റേഞ്ച് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാറുണ്ട് അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ദെൻ അവിടെ ഗ്രാഫുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചില സമയത്തൊക്കെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാഫുകൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. -π/2 to π/2 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വരുന്ന ആരൊക്കെയുണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഈ 3 ആൾക്കാരും -π/2 to π/2 ആണ്. ഓക്കെ, ആരൊക്കെയാണ്? -π/2 to π/2,
ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ അത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, ദെൻ ക്ലോസ്ഡിൽ തന്നെ -π/2 to π/2, ദെൻ അതിൻ്റെ സെൻറ്ററിലുള്ള കൃത്യമായിട്ട് അതിൻ്റെ മിഡിൽ വരുന്ന 0 അങ്ങോട്ട് കളഞ്ഞാൽ ഇതാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ കേസ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് റെഡിയല്ലേ? ദെൻ -π, അപ്പം എങ്ങനെ പഠിച്ചാൽ മതി? -π/2 to π/2 വരുന്ന 3 ആൾക്കാരുണ്ട്. ഇനി 0 to π ക്ലോസ്ഡ് ആണെങ്കിൽ അത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ഓപ്പൺ ആണെങ്കിൽ അത് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. ക്ലോസ്ഡിൽ തന്നെ അതിൻ്റെ മിഡിൽ വരുന്ന π/2 അങ്ങോട്ട് കളഞ്ഞാൽ അത് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. വളരെ സിമ്പിളായിട്ട് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇങ്ങനെ പഠിച്ചാൽ മതി. നിർബന്ധമായിട്ട് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അറിയണം. അത് വെച്ചിട്ടാണ് അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവുക. ദെൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാവരും ഫുള്ളായിട്ട് ചെയ്ത് നോക്കുക, ഇൻക്ലൂഡിങ് മിസലേനിയസ്. ഓക്കെ, അതിൽ മിസലേനിയസ് എക്സസൈസ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗണോമെട്രിയിലെ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ആവശ്യം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ദെൻ ഗ്രാഫുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റയാണ്, കോസ് ഇൻവേഴ്സ് കോസ് തീറ്റയാണ്. അങ്ങനെ എല്ലാ ഫംഗ്ഷൻസിനും ഉണ്ട്. തിരിച്ചും സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് ആണ്. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല വൃത്തിക്ക് ഓർത്ത് വെക്കുക. പ്രിൻസിപ്പൽ വാല്യൂ കാണാനും അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ ഗ്രാഫും ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റിനും പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റിനും മാത്രമേ ഇവിടുന്ന് ഉണ്ടാവുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയോക്കാം അല്ലേ? അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/√2. ക്വസ്റ്റ്യൻ എന്താണ്? കോസ് ഇൻവേഴ്സ് 1/√2. വളരെ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. കോസ് എവിടെയാണ് 1/√2 എന്നൊരു ആൻസർ തരുന്നത്? ദാറ്റ് ഈസ് π/4 ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്തും ആ ഒരു ആംഗിൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്നുള്ളത് കൺഫേം ചെയ്യണം. ക്ലിയർ? അപ്പോൾ അവിടെ നെഗറ്റീവ് വന്നാൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. 3 കേസിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ സൂക്ഷിക്കുക. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്. അഥവാ 0 to π വരുന്ന ഈ 3 ആൾക്കാരുടെ കേസിൽ നെഗറ്റീവ് നമ്പർ കിട്ടുകയാണെങ്കിൽ, നെഗറ്റീവ് റിയൽ നമ്പർ ആണ് വരുന്നതെങ്കിൽ π മൈനസ് ചെയ്യണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എഴുതിയാൽ മതി. എന്നാൽ ഈ 3 ആളുകളുടെ കേസിൽ എന്ത് ചെയ്യണം? π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സും π മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സും π മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സും മറക്കാതെ ചെയ്യണേ. അതാണ് അവിടെ സൂക്ഷിക്കേണ്ട കാര്യം. π മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവില്ല, ഡയറക്റ്റ് പോസിറ്റീവ് തന്നെയാണ് ഉള്ളത്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അടുത്തത് പ്രൂവ് ദാറ്റ് 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ചെറുതായിട്ടൊന്നും അറിയണം. ഇവിടെ എക്സിന് ആക്ച്വലി എന്ത് കൊടുത്താൽ മതി? എക്സിന് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ അല്ലേ? അപ്പോൾ അത് സൈൻ 3 തീറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സിന് സൈൻ തീറ്റ ആണെങ്കിൽ വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? RHS നിന്ന് LHSലേക്ക് എത്താം. RHS എന്താ ഉള്ളത്? സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബാ. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അതെല്ലാവർക്കും അറിയാം ഇതെന്താണ്? സൈൻ 3 തീറ്റയാണ്. സോ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ഹാൻസ് പ്രൂവ്ഡ് അല്ലേടാ? LHS ഈക്വൽ ടു RHS. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ അവിടെ ആകെ ചിന്തിക്കാൻ. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടംപോലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലുണ്ട്, മിസലേനിയസിലുണ്ട്. അതൊക്കെ എല്ലാവരും നോക്കി പോവുകയാണെങ്കിൽ ട്രിഗണോമെട്രി റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതെല്ലാവരും സെറ്റാക്കി പഠിക്കണം. ക്ലിയർ? ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് അല്ലേ? ഒരു വർഷം ചോദിച്ചിട്ടുണ്ടത്. നോക്കൂ നിങ്ങൾ, -π/2 to π/2 ആണ് ഗ്രാഫ് ഉള്ളത്. -1 × 1 ഉള്ളിലാണുള്ളത് അല്ലേ? ഇൻക്ലൂഡിങ് -1 and 1 ആണ്. ഇൻക്ലൂഡിങ് -π/2 and π/2 ആണ്. കണ്ടാൽ തന്നെ അറിയാം, അതെല്ലാവർക്കും അറിയേണ്ട ഗ്രാഫാണ്. അത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. ഒരു ഡൗട്ടും വേണ്ട അല്ലേ? റെഡിയാണല്ലോ?
അടുത്തത് സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 + x² - 1/x ആണ്. അപ്പോൾ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് ടാൻ വന്നാൽ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റും, ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ എന്ന രീതിയിൽ വരണം. അപ്പോൾ അവിടെ പറ്റുന്ന ആളുകൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ 1 + x² എന്നൊക്കെ പറയുമ്പോൾ 1 + tan സ്ക്വയർ തീറ്റ വരാറുണ്ട് അല്ലേ. 1 + tan സ്ക്വയർ തീറ്റ അത് sec സ്ക്വയർ തീറ്റയാണ്, അങ്ങനെ ആലോചിക്കാൻ വേണമെങ്കിൽ. ഇനി അതല്ലാതെ വരുന്ന കേസ് ഏതാണ്, 1 + cot സ്ക്വയർ തീറ്റ കൊസീക് സ്ക്വയർ തീറ്റയാണ്, ആ രീതിയിൽ ആലോചിക്കാം. അപ്പോൾ അതിനെന്താണോ ഏറ്റവും ആപ്റ്റായ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ 1 + tan സ്ക്വയർ തീറ്റ sec സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ sec സ്ക്വയർ തീറ്റ -1, അപ്പോൾ റൂട്ട് sec സ്ക്വയർ തീറ്റ sec തീറ്റ മാത്രമാവും, sec തീറ്റ -1/tan തീറ്റ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണേ, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഇങ്ങനെയുള്ള ചില പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കിതുപോലെ സൈൻ ഇൻവേഴ്സ് 1/2 കുഴപ്പമില്ലല്ലോ, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, ടാൻ ഇൻവേഴ്സ് 2 × cos ഓഫ് 2 × സൈൻ ഇൻവേഴ്സ് 1/2. ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഇത് ഏറ്റവും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് കൊണ്ടുപോയാൽ മതി. എന്നാൽ സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ ആദ്യം എഴുതുക, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അതിൻ്റെ കോസ് കാണുക, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അപ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ ടാൻ ഇൻവേഴ്സ് കാണുക. വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡൽ തന്നെയാണിത്. ഓക്കെ, നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണിച്ചു തരിക എന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, വാല്യൂസ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കാൽക്കുലസിലേക്ക് പോകാം അല്ലേ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നമുക്കറിയാം ഇവിടെ മുതലാണ് നമുക്ക് ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷൻ ഒക്കെ വരുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ഒരൊറ്റ എക്സസൈസ് മാത്രമാണ് കണ്ടിന്യൂറ്റിയിലുള്ളത്. ഡിഫറൻഷ്യബിലിറ്റി എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷനെ പോലെ അല്ല, കുറച്ചും കൂടെ ഒക്കെ ആകെ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇൻ്റഗ്രേഷൻ ഓരോന്നും ഓരോ മെത്തഡല്ലേ. പക്ഷേ ഡിഫറൻഷിയേഷൻ വേഗത്തിൽ നമുക്കറിയാം, ഇത് ലോഗരിതമിക് ആണോ, പാരാമെട്രിക് ആണോ, അല്ലെങ്കിൽ നോർമൽ ഡിഫറൻഷിയേഷൻ ആണോ. ആകെ ആ 3 മെത്തഡ് നമുക്ക് ഡിഫറൻഷിയേഷനിലുള്ളത് അല്ലേ. അപ്പോൾ ലോഗരിതമിക് എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അറിയേണ്ടത്. x⁻y എന്ന രീതിയിലൊക്കെ വരുമ്പോൾ, അഥവാ f(x)g(x) എന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ കണ്ടാൽ നിങ്ങളതിനെ ലോഗരിതമിക്കാണ് ചെയ്യേണ്ടത്. ദെൻ x = a sin തീറ്റ, y = b sec തീറ്റ എന്നൊക്കെ കാണുമ്പോൾ ഇതിനെയാണ് നമ്മൾ പാരാമെട്രിക് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ബാക്കിയെല്ലാം സാധാ ഡിഫറൻഷിയേഷനാണ്. ദെൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സൈൻ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos y എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, cos y dy/dx എന്ന് പറയണം. അതാണ് ഇംപ്ലിസിറ്റിൻ്റെ കേസിൽ ഓർക്കാനുള്ളത്. ദെൻ കണ്ടിന്യൂറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, LHL = RHL = f(a) എന്ന് വന്നാൽ മാത്രമാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് കണ്ടിന്യൂസ് ആണ് അവർ തന്ന ക്വസ്റ്റ്യനിൽ അൺനോൺ ആയിട്ടുള്ള k വാല്യൂ ഒക്കെ കാണാൻ നമ്മൾ ഈ ഐഡിയ ആണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ പിന്നെയും ചോദിക്കുന്ന ഒരു എക്സസൈസ് ഉള്ളത്, അഥവാ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇവിടെ ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും പറയാനില്ല. +1 നമ്മൾ ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ അതേപോലെ യൂസ് ചെയ്യാനുള്ളതാണ്. പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ്റ് റൂളൊക്കെ എല്ലാവർക്കും അറിയാം, അത് നിർബന്ധമായിട്ടും നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഡിഫറൻഷിയേഷൻ്റെ കേസിൽ ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് + സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്, അതാണ് പ്രൊഡക്റ്റ്. കോഷ്യൻ്റ് റൂൾ വരുന്ന സമയത്ത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വന്നാൽ പ്രൂവ് ദാറ്റ് f(x) = 3x + 2 is a continuous function. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ LHL = RHL = f(a) എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ കേസിലും ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരു ലീനിയർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എവിടെയും ബ്രേക്ക് ഇല്ല എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിലും ഡയറക്റ്റായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് വാല്യൂ = ഫംഗ്ഷൻ വാല്യൂ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ലിമിറ്റ് വാല്യൂ ഇവിടെ LHL RHL സെപ്പറേറ്റ് പീസ് വൈസ് ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് x ടെൻസ് ടു c എന്നോ a എന്നോ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യാറുള്ളത് അതങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ലിമിറ്റ് x ടെൻസ് ടു a ഫംഗ്ഷൻ ആരാണ്, 3x + 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3a + 2 എന്ന് വരും അല്ലേ. ദെൻ f(a) എന്താണ്, f(a) ദാറ്റ് ഈസ് ഓൾസോ 3a + 2. സോ സിൻസ് ദ ലിമിറ്റ് വാല്യൂ = ഫംഗ്ഷൻ വാല്യൂ, ദെർഫോർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ജസ്റ്റ് ഒന്നുമില്ല. ദെൻ ഇവിടെ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് k, സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും കണ്ടിന്യൂസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണ് എങ്കിൽ kൻ്റെ വാല്യൂ എന്താണ്? സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും at x = 2.
2ൻ്റെ ലെഫ്റ്റിൽ ദാറ്റ് ഈസ് LHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2ൻ്റെ ലെഫ്റ്റിലെ ഫംഗ്ഷൻ ആരാ കെ എക്സ് സ്ക്വയറാ ദാറ്റ് ഈസ് കെ ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4k. ക്ലിയർ അല്ലേ? ഇതാണ് LHL വാല്യൂ. ദെൻ RHL വാല്യൂ എന്താണ്? 2ൻ്റെ റൈറ്റിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ഫംഗ്ഷൻ ആരാണ് 3 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3. Since the function is continuous at x is equal to 2, we can write 4k is equal to 3. Therefore, k is equal to what? 3/4. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസ് കണ്ട ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. റെഡി ആണല്ലോ അല്ലേ? ഡൺ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ ലോഗരിതമിക് വരുന്നുണ്ട്, ദെൻ ഡയറക്റ്റ് ഒരു ഡിഫറൻഷിയേഷൻ ക്വസ്റ്റ്യനും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇവിടുന്ന് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരും കേട്ടോ. സോ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x/1 + x². അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ട്രിഗണോമെട്രിയും ഇൻവേഴ്സും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്തെങ്കിലും ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ നോക്കിയിട്ട് ഡിഫറൻഷിയേഷനിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും 2x/1 + x², 2 സംതിങ് ബൈ 1 + സംതിങ് സ്ക്വയർ, 2 sin θ/1 + sin സ്ക്വയർ തീറ്റ, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. 2 tan θ/1 + tan സ്ക്വയർ തീറ്റ, അങ്ങനെയുണ്ട് അല്ലേ? അപ്പോൾ എക്സിന് tan θ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് എക്സിന് tan θ കൊടുത്താൽ വരുന്നത്? സൈൻ ഇൻവേഴ്സ് 2 tan θ/1 + tan സ്ക്വയർ തീറ്റ. ഇതെല്ലാവർക്കും അറിയാം, ഇതൊരു റിസൾട്ടാണ് അല്ലേ? 2 tan θ/1 + tan സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് sin 2θ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2θ മാത്രമല്ലേ ഉള്ളൂ. വാട്ട് ഈസ് തീറ്റ? y ഈസ് ഈക്വൽ ടു 2θ ആണെങ്കിൽ തീറ്റ എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x അല്ലേ? Therefore, y is equal to 2 tan inverse x. Therefore, dy/dx വളരെ സിമ്പിളായിട്ട് കാണാൻ വേണ്ടി പറ്റും. 2 times d/dx ഓഫ് tan inverse x എന്താണ്? റിസൾട്ടാണ് 1/1 + x² ആണ്. Therefore, the answer is what? 2/1 + x². ഓക്കെ, ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാം, കാരണം നമുക്ക് എല്ലാ ചാപ്റ്ററും കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റിസൾട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റെപ്പുകളൊക്കെ പതിയെ നിങ്ങൾ സ്ലോലി പഠിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി പോവുക കേട്ടോ. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x ദി ഹോൾ സ്ക്വയർ ആണ്. ഷോ ദാറ്റ് 1 + x² ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് അല്ലേ? പ്ലസ് 2x × 1 + x² ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, ഈസ് ഈക്വൽ ടു 2 എന്ന് പ്രൂവ് ചെയ്യാനാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ ചോദിക്കുന്ന ഒരു മോഡലാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x ദി ഹോൾ സ്ക്വയർ. അപ്പോൾ dy/dx ഫസ്റ്റ് ഡെറിവേറ്റീവ് അതാണല്ലോ y1 അല്ലേ? ദാറ്റ് ഈസ് y1. 2 tan ഇൻവേഴ്സ് x എന്ന് എഴുതിയിട്ട് ഇൻറ്റു 1/1 + x² എന്നുണ്ടാവും, അഥവാ 1/1 + x² ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണല്ലോ y1 ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. അത് ചെയിൻ റൂളാണേ. 2 × tan ഇൻവേഴ്സ് x എന്ന് എഴുതിയിട്ട് ആ സംതിങ് ആയ tan ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അത് 1 + x² ആണ്, 1/1 + x² ആണ്. ഇനി y2 ചെയ്യാൻ എന്ത് വേണം? കോഷ്യൻ റൂൾ വേണ്ടേ? ദാറ്റ് ഈസ് സെക്കൻഡ് ഇൻറ്റു 1 + x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 tan ഇൻവേഴ്സ് x എന്ത് വരും? 2/1 + x² മൈനസ് 2 tan ഇൻവേഴ്സ് x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 + x² എന്താണ്? 2x ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 1 + x² ദി ഹോൾ സ്ക്വയർ അല്ലേ? ഞാൻ ഒന്ന് വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ ഇത് ക്യാൻസലായി പോവും. ദാറ്റ് ഈസ് എന്താ ബാക്കിയുള്ളത്? യെസ്, 2 മൈനസ് 4x tan ഇൻവേഴ്സ് x ഓൾ ബൈ 1 + x² ദി ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. സോ നമുക്ക് ഇതിലേക്ക് കൊടുക്കുക അല്ലേ? 1 + x² ഇൻറ്റു y2 പ്ലസ് 2x ഇൻറ്റു 1 + x² ഇൻറ്റു y1 ഇസ് ഈക്വൽ ടു 2 എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടുമെന്ന് നോക്കാം നമുക്കല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ 1 + x² ഇൻറ്റു y2 ദാറ്റ് ഈസ് 2 മൈനസ് 4x tan ഇൻവേഴ്സ് x
all by 1 plus x square the whole square plus 2x into 1 plus x square into y1 എന്താണ് 2 tan inverse x by 1 plus x square. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു 1 plus x square ഇത് കട്ടായിപ്പോയി, ഇവിടെ ഒരു 1 plus x square കട്ടായിപ്പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? യെസ്, ഇവിടെ ക്വസ്റ്റ്യനിൽ 1 plus x square ദി ഹോൾ സ്ക്വയർ ഉണ്ടാവും കേട്ടോ അവിടെ, അല്ലാതെ നമുക്കിത് കിട്ടില്ല. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. 1 plus x square ദി ഹോൾ സ്ക്വയർ ഇൻറ്റു y2 എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കട്ടായിപ്പോയി. ബാക്കി എന്താ ഉള്ളത് നോക്കിയേ, 2 minus 4x tan inverse x 2x into 2 tan inverse x plus 4x tan inverse x ക്യാൻസൽ ആയിപ്പോയില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് y1 y2 കണ്ടാൽ തന്നെ ഡയറക്റ്റ് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ദെൻ അവിടുത്തെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് ഓഫ് log x പവർ log x ആണ്. log x പവർ log x. സോ log x പവർ log x ചെയ്യണമെങ്കിലും നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഫങ്ഷൻ പവർ ഫങ്ഷൻ ആയതുകൊണ്ട് മസ്റ്റായിട്ടും ലോഗരിതമിക്കാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, y is equal to log x പവർ log x. ക്ലിയർ അല്ലേ? സോ നമ്മൾ എങ്ങനെയാണ് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ എങ്ങനെ ചെയ്യുക? ലോഗ് y എന്ന് എഴുതും അല്ലേ. അപ്പോൾ ലോഗ് ഓഫ് log x പവർ log x. ക്ലിയർ? ദെൻ നമ്മൾ എന്ത് ചെയ്യണം? log y is equal to ലോഗിൻ്റെ പ്രോപ്പർട്ടി log a റൈസ് ടു b log a അല്ലേ. അപ്പോൾ log x ഇൻറ്റു log ഓഫ് log x എന്ന് വരും. ക്ലിയർ? ഇനിയാണ് ഡിഫറൻഷിയേഷൻ. ദാറ്റ് ഈസ് 1 by y dy by dx ഇസ് ഈക്വൽ ടു log x ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അങ്ങനെ തന്നെ പോണേ. log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x എന്താണ്? 1 by log x ഇൻറ്റു 1 by x. ക്ലിയർ അല്ലേ? പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് log ഓഫ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ദാറ്റ് ഈസ് 1 by x. നോക്കൂ നിങ്ങളിവിടെ ഫസ്റ്റ് ഇയാൾ ക്യാൻസലായിപ്പോയില്ലേ, ഇയാൾ ക്യാൻസലായിപ്പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? dy by dx is equal to y ഇൻറ്റു 1 by x പ്ലസ് 1 by x log x അല്ലേ, അല്ലെങ്കിൽ log ഓഫ് log x by x. ഇതല്ലേ ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് ഫൈനലി dy by dx is equal to വൈയുടെ വാല്യൂ എന്തായിരുന്നു? log x പവർ log x അല്ലേ, അതങ്ങനെ തന്നെ കൊടുക്കാം. പവർ log x ഇൻറ്റു വേണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഓൾ ബൈ എക്സ് ആക്കിയിട്ട് ന്യൂമറേറ്ററിൽ 1 പ്ലസ് log ഓഫ് log x എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? സോ ഇതിൽ മാക്സിമം സിംപ്ലിഫിക്കേഷൻ എന്നുള്ളതാണ്, അല്ലാതെ നിങ്ങൾ ഏതാണ് ഇതിൽ ബെസ്റ്റ് ആൻസർ എന്ന് വിചാരിക്കേണ്ട. അത് നമുക്ക് എത്ര വേണമെങ്കിലും പല രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, എസ്പെഷ്യലി ട്രിഗണോമെട്രി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നത്ര സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ആ വൈനെ അങ്ങോട്ട് കൊണ്ടുപോകാനും വൈയുടെ ഒറിജിനൽ വാല്യൂ കൊടുക്കാനും മറന്നു പോയത് മാത്രം. ക്ലിയർ എന്ന് വിചാരിക്കും. അപ്പോൾ ഡിഫറൻഷിയേഷൻ അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡിഫറൻഷിയേഷനിലെ എല്ലാ റിസൾട്ടും log x ഡെറിവേറ്റീവ് 1 by x ആണ്, 1 by x മൈനസ് 1 by x സ്ക്വയർ ആണ്, റൂട്ട് എക്സ് 1 by 2 റൂട്ട് എക്സ് ആണ്. എല്ലാ ട്രിഗ്നോമെട്രിക് റിസൾട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ബേസിക് ഡെറിവേറ്റീവിൻ്റെ റിസൾട്ടുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സിമ്പിളാണ്. റെഡി അല്ലേടാ? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കണ്ടിന്യൂറ്റിയിലെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇവിടെ കണ്ടിന്യൂറ്റിയിലെ ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ചെയ്ത് നോക്കുക. ഡൺ. അടുത്തത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഫംഗ്ഷൻ പവർ ഫംഗ്ഷൻ കണ്ടാൽ ഉറപ്പിക്കുക മക്കളെ, അതെന്താണ്? ലോഗരിതമിക്കാണ്. അതിൽ തന്നെ 2 ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ u ആൻഡ് v ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ ഉണ്ട്. മാക്സിമം നിങ്ങൾക്ക് പ്രാക്ടീസ് ആക്കാനുള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ബോർഡ് ക്വസ്റ്റ്യൻസ് തരിക എന്നുള്ളതാണ് കേട്ടോ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട എയിം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി നോട്ട് ചെയ്യലാരും. അൺനോൺ ആയിട്ടുള്ള എയും ബിയും കാണുന്ന ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് കണ്ടിന്യൂറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഡിഫറൻഷിയേഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്.
സോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ലല്ലോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതന്നെയല്ലേ. കാരണം നമുക്ക് ആകെ 3 ആപ്ലിക്കേഷൻ ഉള്ളത് അല്ലേ. ഒന്നെന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച്. ദെൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ദെൻ നമ്പർ 3 മാക്സിമ ആൻഡ് മിനിമ. ഈ 3 ആപ്ലിക്കേഷൻ നമുക്ക് 12th പഠിക്കാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് നമുക്കറിയാം, ഏതൊരു ഫംഗ്ഷൻ്റെയും റേറ്റ് ഓഫ് ചേഞ്ച് അതിൻ്റെ ഡെറിവേറ്റീവാണ്, dy/dx ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ടൈമാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ എന്ന് പറഞ്ഞാൽ da/dt ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയുന്നതാണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുക, സ്ലോപ്പ് പോസിറ്റീവ് ആവുക എന്നുള്ളതാണ് അല്ലേ. ഡിക്രീസ് ആവുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആവും, ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും, ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ദെൻ മാക്സിമം ആൻഡ് മിനിമ, അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഒക്കെ ഉണ്ട്. ആ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ അവിടുത്തെ വേർഡ് പ്രോബ്ലംസ് നന്നായിട്ട് പ്രാക്ടീസ് വേണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ, ചെയ്ത് നോക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കുള്ളത് നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ഈസ് ഇൻക്രീസിങ്. ഒറ്റയടിക്ക് ആക്ച്വലി സൈൻ എക്സിൻ്റെ ഗ്രാഫ് അറിയുന്ന ഒരാൾക്ക് സൈൻ എക്സ് എവിടെയാണ് ഇൻക്രീസ് ആവുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ പോവുക അല്ലേ. 0 to π/2 ഇൻക്രീസിങ് ആണ്, പിന്നെ π/2 to π ഡിക്രീസിങ് ആണ്, ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് π to 3π/2 ഡിക്രീസിങ് ആണ്, 3π/2 to π ഇൻക്രീസിങ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് അറിയുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവിടെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു π/2 3π/2 അങ്ങനെ പോവുക ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം മതി, π/2 and 3π/2 മതി. നമുക്കുള്ളത് ആകെ ഓപ്ഷൻ അങ്ങനെയല്ലേ ഉള്ളൂ. ദെൻ നമുക്കറിയാം ഇതിന് ഞാൻ അതിൻ്റെ വർക്കിംഗ് റൂൾ തന്നെ ഫോളോ ചെയ്യണേ. അപ്പോൾ π/2 3π/2 0 2π. അതിനും കുറേ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വരും, നമുക്ക് അത്രയൊന്നും കൂടുതൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ π/2ൻ്റെ ലെഫ്റ്റിൽ എന്ത് ചെയ്യുക, ഞാൻ നോക്കുക ഒരു വാല്യൂ എടുക്കുക. ഇപ്പോൾ എഫ് ഡാഷ് π/4 അഥവാ കോസ് π/4 അല്ലേ. 1/√2 പോസിറ്റീവ് അല്ലേ, ഒന്നും നോക്കണ്ട. പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസിങ് ആണ്. π/2ക്ക് ശേഷം ഒരു വാല്യൂ പറഞ്ഞു നോക്കിയേ, എഫ് ഡാഷ് 3π/4 കോസ് 3π/4. നമുക്കറിയാം കോസ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലൊക്കെ നെഗറ്റീവാണ് അല്ലേ. മോർ ദാൻ 90 ആണെങ്കിൽ കോസ് നെഗറ്റീവാണ്, അതുകൊണ്ട് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ദെൻ അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെയുള്ള ഓപ്ഷനിലേക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എവിടെ ഇൻക്രീസ് ആവുന്നു. 0 to π/2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള റൈറ്റ് ആൻസർ അവിടെ തന്നെ ഇൻക്രീസ് ആവുന്നുണ്ട് പോരെ. സോ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൻ്റെ വർക്കിംഗ് റൂൾ, എഫ് ഡാഷ് എക്സ് കാണുക, ഈക്വൽ ടു 0 കൊടുക്കുക, ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുന്നു, ക്രിട്ടിക്കൽ പോയിന്റ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക, ഇൻ്റർവെൽസ് ആക്കി തിരിച്ചു. ആ ഇൻ്റർവെല്ലിൽ ഓരോ ഇൻ്റർവെല്ലിലും ഏതെങ്കിലും ഒരു വാല്യൂ എഫ് ഡാഷിലേക്ക് ഇട്ട് വെക്കുക. എഫ് ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, എഫ് ഡാഷ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അത്രേ ഉള്ളൂ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ആ ഒരു കോൺസെപ്റ്റ് മാത്രം മതി. ഞാൻ ഈ പറഞ്ഞ വർക്കിംഗ് റൂൾ ഒന്നും കൂടെ കേട്ട് നോക്കുക, പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s അഥവാ dr/dt. dr/dt ആണ് മക്കളെ 3 cm/s. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 15 cm. അഥവാ dA/dt കാണണം, ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം d/dt ഓഫ് πr² ആണ് ചെയ്യേണ്ടത്. d/dt ഓഫ് πr² ചെയ്യണമെങ്കിൽ d/dr ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ദാറ്റ് ഈസ് 2πr എന്ന് എഴുതിയിട്ട് ഒരു dr/dt കൊണ്ട് ഇൻറ്റു ചെയ്യണം. പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, r²ൻ്റെ ഡെറിവേറ്റീവ് 2r ആണ്. വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ടൊരു dr/dt അധികം എഴുതണം. ദാറ്റ് ഈസ് 2πr ഇൻറ്റു dr/dt എന്താണ് 3 ആണ്. ദാറ്റ് ഈസ് 6πr. വാട്ട് ഈസ് ദ റേഡിയസ്? റേഡിയസ് 15 അല്ലേ. സോ 6π ഇൻറ്റു 15
അറ്റ് r is equal to 15 ആണേ. ദാറ്റ് ഈസ് 6 × 15 എന്ന് പറഞ്ഞാൽ 90 ആണ്. ക്ലിയർ അല്ലേ? 90 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഫൈനൽ ആൻഡ് ബെസ്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ വളരെ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക്, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം, ടെക്സ്റ്റ് ബുക്ക് NCERTയിലെ പ്രോബ്ലംസ് ചെയ്ത ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഡൺ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ? ഗ്രാഫ് അറിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. cos x ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ? എല്ലായിടത്തും റിയൽ നമ്പേഴ്സിൽ ഫുള്ള് cos x ഇൻക്രീസിങ് ആണോ? അല്ലല്ലോ, ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒക്കെ അല്ലേ. ദെൻ എക്സ് ക്യൂബ് ഗ്രാഫ് അറിയുന്നവർക്കറിയാം, ഇങ്ങനെ പോയിട്ട് അല്ലേ, എന്താണ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ്? എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വരയ്ക്കുന്നത് മുകളിൽ താഴോട്ടാണെങ്കിലും അത് ആക്ച്വലി ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടല്ലേ പോകുന്നത്. എക്സ് സ്ക്വയർ നമുക്കറിയാം ഒരു അപ്വേർഡ് പാരബോളയാണ്. മോഡ് എക്സ് ഒരു വി ഷേപ്പ് ഗ്രാഫാണ്. അപ്വേർഡ് പാരബോള ഇങ്ങനെ ഡിക്രീസ് ആയിട്ട് ഇൻക്രീസ് ആകുന്നുണ്ട്. മോഡ് എക്സും അങ്ങനെ തന്നെയാണ്, ഡിക്രീസ് ആയിട്ട് ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബാണ് ത്രൂ ഔട്ട് ഇൻക്രീസ് ആകുന്ന ഒരു ഫംഗ്ഷൻ എന്നുള്ളത്. ഗ്രാഫ് അറിഞ്ഞാൽ മാത്രം മതി. അടുത്തത് x² - 4x + 6 എന്ന ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ, എവിടെയാണ് ഇതിൻ്റെ ഇൻ്റർവെൽസ് വരിക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തുള്ളത്. അതും ഡയറക്റ്റ് ആ വർക്കിംഗ് റൂൾ മാത്രം ഫോളോ ചെയ്താൽ മതി. f of x is equal to x² - 4x + 6 അല്ലേ. f' പറഞ്ഞോളൂ 2x - 4 അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? f' is equal to 0 കൊടുക്കലല്ലേ. ദാറ്റ് ഇംപ്ലൈസ് 2x - 4 is equal to 0, 2x is equal to 4, x is equal to 2. ഒറ്റ ക്രിട്ടിക്കൽ പോയിൻ്റല്ലേ ഉള്ളൂ. ഡൺ. 2 എന്ന ക്രിട്ടിക്കൽ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ -∞, ഇവിടെ +∞. ഒരു ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം കണ്ടാൽ മതി, അടുത്തതിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക അല്ലേ. ഇപ്പോൾ 2ൻ്റെ ലെഫ്റ്റിൽ ഒരു പോയിൻ്റ് പറഞ്ഞു നോക്കൂ, 0 അല്ലേ. അപ്പോൾ f' 0 എന്താ? 2 × 0 - 4 നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഡിക്രീസിങ് അല്ലേ. എടാ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഡിക്രീസിങ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇൻക്രീസിങ് ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. f'3 കണ്ടു നോക്കിയാൽ മതി. f'3 2 × 3 - 4 പോസിറ്റീവ് ആണല്ലോ. 6 - 4 പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് അത് ഇൻക്രീസിങ് ആണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ തരുന്നത്. സ്ട്രിക്ട്ലി ഇൻക്രീസ് ആവുന്ന ഇൻ്റർവെൽ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ റേഡിയസിൻ്റെ റേറ്റ് ഓഫ് സർക്കിളിൻ്റെ ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണാനുണ്ട്. ഓക്കെ, പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മാക്സിമം ആൻഡ് മിനിമം എന്നതിനേക്കാൾ കൂടുതൽ വരുന്നത് റേറ്റ് ഓഫ് ചേഞ്ചും അതുപോലെ തന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്നാണ് നമുക്ക് വരുന്നത്. ഡൺ. ഇൻ്റഗ്രൽസ് അല്ലേ. നമുക്കറിയാം ഇൻ്റഗ്രൽസ് ആണ് +2 12ലെ ഏറ്റവും വലിയ ചാപ്റ്റർ. കൂടുതൽ പഠിക്കാനുള്ള, കൂടുതൽ എക്സസൈസ് ഉള്ള, കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ നമുക്കറിയാം ഇഷ്ടം പോലെ റിസൾട്ടുകളുണ്ട്. ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ റിസൾട്ടിന് പുറമെ ഇൻ്റഗ്രേഷൻ്റെ മാത്രം ചില റിസൾട്ടുകളുണ്ട്. ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ട്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉണ്ട്, സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് ഉണ്ട്, ടൈപ്പ് 3 റിസൾട്ടുകളുണ്ട്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഉണ്ട്, അതിൻ്റെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ പറയാൻ ടൈമില്ല. പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് ആണ്. ഞാൻ സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് എല്ലാം കൂടെ എഴുതുന്നില്ല. എന്താണ് സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് എന്ന് വെച്ചാൽ dx/x² - a², dx/x² + a², dx/a² - x², dx/√x² - a², dx/√a² - x², dx/√x² + a². അങ്ങനെയുള്ള 6 റിസൾട്ടാണ് സ്പെഷ്യൽ ഇൻ്റഗ്രൽസ്. അത് നല്ല വൃത്തിക്ക് പഠിക്കണം. ദെൻ അതേപോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്കറിയാം a/x - a + b/x - b എന്ന രീതിയിലേക്ക് നമ്മൾ ഫ്രാക്ഷനെ പാർട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് ആക്ച്വലി ഇൻ്റഗ്രേഷൻ്റെ ഒരു മെത്തേഡല്ല, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അതുകൊണ്ട് ആ റിസൾട്ടുകൾ 5 റിസൾട്ട് നമുക്കുള്ളത് വൃത്തിക്ക് പഠിച്ചു വെക്കണം. ദെൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത് നല്ല വൃത്തിക്ക് പഠിക്കണം. അതിൽ തന്നെ പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന് മോഡുലസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടി. ഏത്?
നമുക്കറിയാം ഇൻ്റഗ്രൽ എ ടു സി എന്ന് പറയുന്ന ഒരാളെ എ ടു ബി പ്ലസ് ബി ടു സി ഒക്കെ ആക്കിയിട്ട് ചെയ്യാറില്ലേ? ഈ ടൈപ്പ് പ്രോപ്പർട്ടി നിർബന്ധമാണ്. അതേപോലെ തന്നെ 0 ടു എ എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സിന് എന്താക്കാറുണ്ട്? 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ആക്കി ചെയ്യാറുണ്ട്. ഈ രണ്ട് പ്രോപ്പർട്ടി നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് എപ്പോഴും വരുന്നതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അതിൽ സ്പെഷ്യൽ കേസാണ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു വെക്കണം. ക്ലിയർ? നമുക്കിതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോയേക്കും എന്താണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബോർഡിന് വന്നതെന്നുള്ളത് അല്ലേ. ഇപ്പം ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ്. അപ്പോൾ ആക്ച്വലി ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ്. ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നുള്ള ആൻസർ എന്താണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും ഉണ്ടെങ്കിൽ ആൻസർ എന്താണ്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നാൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് ആൻസർ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരിക? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് സി. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലേ. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ സീക്ക് സ്ക്വയർ എക്സ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. സീക്ക് സ്ക്വയർ എക്സ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ് എന്ത് ചെയ്താൽ മതി? 1 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് അല്ലേ വരിക. പക്ഷേ ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് -1 ആണ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? സീക്ക് സ്ക്വയർ എക്സ് -1 അല്ലേ ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എല്ലാവർക്കും അറിയാം അത് ടാൻ എക്സ് ആണ്. -1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ 1 എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ് പ്ലസ് സി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ റിസൾട്ടുകൾ അറിയുമ്പോഴാണ് നമ്മളിത് സ്ട്രോങ് ആവുകയുള്ളൂ അല്ലേ. കൃത്യമായിട്ട് റിസൾട്ടുകൾ നല്ല വൃത്തിക്ക് പഠിച്ചു നോക്കണേ. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് എങ്ങനെ ചെയ്യേണ്ടത്? ഞാൻ ഓരോന്നിലെയും മെത്തേഡ് പറഞ്ഞുതരാം. ഇത് ബൈ പാർട്സ് ആണെന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവണ്ടേ. കാരണം പ്രൊഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് വന്നാൽ അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. കാരണം നിങ്ങൾ നോക്കൂ, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളാരാ? 4x + 2 എന്നാണ്. റൂട്ടിനുള്ള ആരാ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x + 1 അല്ലേ. ആ 2x + 1ൻ്റെ ഡബിളാണ് ആക്ച്വലി 4x + 2. അപ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ന് നിങ്ങൾക്ക് ടി കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഓക്കെ അല്ലേ? എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് dx is equal to first into integral of the second minus integral of d by dx of the first into integral of the second. ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അതറിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഡെഫിനിറ്റിലെ പ്രോപ്പർട്ടിയാണ് 0 to a പ്രോപ്പർട്ടിയാണിത്. ഡെഫിനിറ്റിലെ പ്രോപ്പർട്ടി വെച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി അല്ലേ. ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രൽ 0 to എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആക്കി ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അത് മാത്രം ഇവിടെ കാണിക്കാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. സോ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ പവർ എൻ ഡി എക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആക്ച്വലി ഇവിടെ 1 മൈനസ് എക്സ് ഹോൾ പവർ എന്നിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി ടാസ്ക് അല്ലേ. അപ്പോൾ നമുക്കത് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? പകരം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് മാറി എന്താ ഇവിടെ 1 മൈനസ് എക്സ് ആവും. എ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് അല്ലേ. ദെൻ 1 മൈനസ് എക്സ് ആണ് ബ്രാക്കറ്റിനുള്ളിൽ വരിക. അതെന്താണ്? എക്സ് മാത്രമേ ഉള്ളൂ. 1 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പവർ എൻ അല്ലേ. ഇനി ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തൂടെ? 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ പ്ലസ് 1 0 to 1. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. മൈനസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 2 ബൈ എൻ പ്ലസ് 2 ആണ്. ക്ലിയർ അല്ലേ? ഇയാൾക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി 0 to 1. അപ്പർ ലിമിറ്റ് മാത്രം മതി, ബിക്കോസ് ലോവർ ലിമിറ്റ് നമുക്ക് 0 ആയി പോകും. സോ 1 ബൈ എൻ പ്ലസ് 1 മൈനസ് 1 ബൈ എൻ പ്ലസ് 2
ദാറ്റ് ഈസ് n+2 മൈനസ് n+1 എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കണേ. 1/n+1 ഇൻറ്റു n+2 ഈസ് ദി ഫൈനൽ ബെസ്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ അവിടുത്തെ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇൻ്റഗ്രേഷൻ പഠിക്കണേ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നന്നായിട്ട് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ വരുന്നുണ്ട്, അതിലെ ക്വസ്റ്റ്യൻസ് നോക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ e⁻x ഇൻറ്റു sin x പ്ലസ് cos x. ഒരു ഫംഗ്ഷനും ഡെറിവേറ്റീവ് ഉണ്ട് അല്ലേ? sin x ഉം cos x അതിന് ഡെറിവേറ്റീവ് അല്ലേ? ആൻസർ എന്താ? e⁻x ഇൻറ്റു sin x. വളരെ ഡയറക്റ്റ് കിട്ടുന്നതാണ്. അടുത്ത tan ഇൻവേഴ്സ് x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുത്താൽ പോരെ. അപ്പോൾ ഇങ്ങനെ ഏത് മെത്തേഡിൽ ചെയ്യണമെന്ന് ഫെമിലിയർ ആവണമെങ്കിൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ആക്കുക. ഡൺ. അതേപോലെ തന്നെ x/x+1 x+2 നമുക്കറിയാം, അത് പാർഷ്യൽ ഫ്രാക്ഷനാണ്, എല്ലാവർക്കും അറിയാം. പാർഷ്യൽ ഫ്രാക്ഷൻ ഞാൻ സമയം എടുക്കുന്നതായതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും, ചെയ്ത് പഠിക്കണം. ഇത് ആക്ച്വലി സ്പെഷ്യൽ മതി അല്ലേ? കാരണം താഴെയുള്ളതിനെ മുകളിലൊന്നുമില്ലല്ലോ, മുകളിൽ ന്യൂമറേറ്ററിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ x-1 മോഡുലസ് ക്വസ്റ്റ്യൻ ആണ്, സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടിയാണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ x-1 മോഡ് x-1ൻ്റെ എഡ്ജ് 1 അല്ലേ? അപ്പോൾ 1ൻ്റെ ലെഫ്റ്റിൽ 1ൻ്റെ റൈറ്റിൽ എന്ന രീതിയിലേക്ക് ഇതിന് മുറിച്ചാൽ മതി. 1ൻ്റെ ലെഫ്റ്റിൽ കംപ്ലീറ്റ് x-1 1 - x ആണ്, 1ൻ്റെ റൈറ്റിൽ x-1 ആണ്. അപ്പോൾ 0 മുതൽ 4 വരെ നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രൽ 0 to 1 ഇയാൾ 1 - x ആണ്, പ്ലസ് ഇൻ്റഗ്രൽ 1 to 4 ഇയാൾ x-1 ആണ്. ഇതിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? x - x²/2 പ്ലസ് x²/2 - x. ഇയാളുടെ ലിമിറ്റ് 0 to 1, ഇയാളുടെ ലിമിറ്റ് 1 to 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/2. ലോവർ ലിമിറ്റ് ഫുൾ 0 ആയി പോകും. ദെൻ രണ്ടാമത്തെ എന്ത് വരും? അപ്പർ ലിമിറ്റ് 4² 16/2 8 - 4 മൈനസ് ലോവർ ലിമിറ്റ് 1/2 - 1. ക്ലിയർ അല്ലേ? 1 - 1/2 1/2 ആണ്, പ്ലസ് 8 - 4 4 ആണ്, മൈനസ് 1/2 - 1 പ്ലസ് 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ ഇത്തിരി ഫാസ്റ്റായിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടും. ഇത് ഡെഫിനറ്റ്ലി സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടെ ലെങ്തി ആവുക. അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. എവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ e⁻x ക്വസ്റ്റ്യൻ ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ 0 to a പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ആൻസർ π/4 ആണ് ഓൾവേസ് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പഠിച്ചു വെക്കാം. 0 to π/2 sin x/sin x പ്ലസ് cos x cos x/sin x പ്ലസ് cos x ഒക്കെ വന്നാൽ അതിൻ്റെ പവറിൽ ഇനി 3 3/2 5 7 4 എന്ത് വന്നാലും, ഇപ്പോൾ ഇവിടെ sin³ x എന്നാണ് വന്നത്, അങ്ങനെയൊക്കെ വന്നാൽ ആൻസർ ഓൾവേസ് π/4 എന്ന് ഒരാൾക്ക് പെട്ടെന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ 1 മാർക്കിനൊക്കെ വന്നാൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊരു എക്സ്ട്രാ ഷോർട്ട് കട്ടായിട്ട് ഈ ക്ലാസ്സിൻ്റെ സ്പെഷ്യലായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. ആൻസർ π/4 ആണ്. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഇൻ്റഗ്രേഷൻ്റെ അപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പറഞ്ഞാൽ ഏരിയ കാണുന്നതല്ലേ. അപ്പോൾ ആകെ അറിയേണ്ട കാര്യം എലിപ്സാണ് കൂടുതൽ തവണയും നമ്മളെ സ്റ്റേറ്റ് ബോർഡിനൊക്കെ വരുന്നത്. 6 മാർക്കിന് വരെ ചോദിക്കാറുണ്ട് ചില വർഷങ്ങളിൽ, ചിലപ്പോൾ അധികവും 4 മാർക്കിന് ചോദിക്കാറുണ്ട്. എലിപ്സിൻ്റെ ഏരിയ ഒറ്റയടിക്ക് ഒരാൾക്ക് പറയണമെങ്കിൽ πAB എന്ന് പഠിച്ചാൽ മതി. πAB 1 മാർക്കിനൊക്കെ ആണെങ്കിൽ ഒരു എലിപ്സ് ഉണ്ടാക്കുന്ന ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ πAB ആണ്. x²/a² പ്ലസ് y²/b² എന്നുള്ള ജനറൽ ഫോം എന്ന് എയും ബിയും കണ്ടെത്തി കഴിഞ്ഞാൽ πAB എന്ന് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? പിന്നെ അറിയേണ്ടത് സാധാരണ നമ്മൾ √(a² - x² എന്ന ഇൻ്റഗ്രേഷൻ ഇവിടെ എലിപ്സിലും സർക്കിളൊക്കെ ആവശ്യം വരും. എന്തായിരുന്നു? x/2 √(a² - x² പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/a പ്ലസ് സി. ഈ റിസൾട്ട് നന്നായിട്ട് ആവശ്യം വരും. ഇതിൽ തന്നെ പ്ലസ് സി ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ലിമിറ്റ് ഉണ്ടാവും. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഗ്രാഫ് ബേസിക്കലി ഒരു ഫംഗ്ഷൻ കണ്ടാൽ ലൈനാണോ അല്ലെങ്കിൽ പരബോളയാണോ എലിപ്സ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഗ്രാഫ് വരയ്ക്കാനുള്ള ഐഡിയ കൂടി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
അധികവും നമുക്ക് എലിപ്സാണുള്ളത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ആകെ 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ തന്നെ മോഡൽ അവിടെ ഉണ്ട്, നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. എലിപ്സ് തന്നെയാണ് കൂടുതൽ തവണയും വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എലിപ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഞാനിവിടെ ആൻസർ മാത്രം പറഞ്ഞു പോകാം. ഇത് പൈ എ ബി ആണ് അല്ലേ, എലിപ്സ് ബൗണ്ട് ചെയ്യുന്ന ഏരിയ കാണാനാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലിമിറ്റ് എക്സ് ആക്സിലാണ് ഉള്ളതെങ്കിൽ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു എന്നാക്കണം. എങ്ങനെയുള്ള ഇക്വേഷൻ ആണെങ്കിലും അതിന് വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതെങ്ങനെ മാറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ക്ലിയർ? ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ ആക്കിക്കൂടെ? അവസാനം വൈ ഇസ് ഈക്വൽ ടു ബി സ്ക്വയറിൻ്റെ റൂട്ട് ബി, എ സ്ക്വയറിൻ്റെ റൂട്ട് എ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ നോക്കിയേ, അടിപൊളിയായിട്ട് വൈ ഇസ് ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ലിമിറ്റ് എക്സ് ആക്സിലാണെങ്കിൽ ഇക്വേഷൻ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഡണ്ണല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറഞ്ഞുവിടാം. പൈ എ ബി പൈ ഇൻറ്റു 2 ഇൻറ്റു 3 6 പൈ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 4 മാർക്കിനാണ് ചോദിച്ചത്. നിങ്ങൾ ചെയ്ത് കാണിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വൈ എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ആൻസർ കാണിക്കണേ. അടുത്ത സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ എല്ലാവർക്കും അറിയാം പൈ ആർ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ റേഡിയസ് ഇസ് ഈക്വൽ ടു 5 ആയതുകൊണ്ട് ഇവിടുത്തെ ഏരിയ സ്വാഭാവികമായിട്ടും 25 പൈ ആയിരിക്കും. ഡൗട്ടില്ലല്ലോ? ഇതെങ്ങനെ ചെയ്യുക? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ ആക്കുക. വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. ജസ്റ്റ് സർക്കിൾ വരയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേഡിയസ് 5 ആണല്ലേ. അപ്പോൾ റേഡിയസ് 5 ആണെങ്കിൽ 0 to 5 ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രം ഏരിയ കണ്ടിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. സർക്കിളിൻ്റെ ഏരിയ കിട്ടും. ഡൗട്ടില്ലല്ലോ? അപ്പോൾ ഈ ചാപ്റ്റർ അങ്ങനത്തെ ഒരു സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. ദെൻ ഇൻ്റഗ്രേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മുടെ കാൽക്കുലസിൽ അവസാനത്തെ ചാപ്റ്റർ അല്ലേ, 9ാമത്തെ ചാപ്റ്റർ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഓർഡർ ഡിഗ്രി ഒക്കെ എഴുതാനുണ്ടാവാറുണ്ട് അല്ലേ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ എന്താണോ അതാണ് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഏറ്റവും വലുതെങ്കിൽ ഓർഡർ 2 ആണ്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ് ഏറ്റവും വലുതെങ്കിൽ ഓർഡർ 3 ആണ്. ദെൻ അതിൻ്റെ പവർ എന്താണോ, നിങ്ങൾ ഏതാണോ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുന്നത് അതിൻ്റെ പവറാണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഓർഡർ ആൻഡ് ഡിഗ്രി സംടൈംസ് ഉണ്ടാവാറുണ്ട്. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആവുന്ന ചില കേസുകളുണ്ട് അല്ലേ. അഥവാ ഫംഗ്ഷനുള്ളിൽ ഡെറിവേറ്റീവ് വന്നാൽ, റൂട്ടിനുള്ളിൽ ഡെറിവേറ്റീവ് വന്നാൽ, സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, കോസ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, ലോഗ് ഡി വൈ ബൈ ഡി എക്സ്, ഇ റൈസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ വന്നാൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ആ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. ദെൻ സോൾവ് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? വേരിയബിൾ സെപ്പറബിൾ ഉണ്ട്, പിന്നെ ഹോമോജീനിയസ് ഉണ്ട്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതുകൊണ്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇതാണ് ജനറൽ സൊല്യൂഷൻ ഫോർമാറ്റ്. അതിൽ തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ്. അപ്പോൾ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ, അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ. ഈ ഒരു ഫോർമാറ്റിൽ വന്നാൽ അതിന് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. IF കാണാൻ ചോദിക്കാറുണ്ട് ചെറിയ മാർക്കിനൊക്കെ. ഫൈൻഡ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? IF കാണാനാണ്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ IF കാണാൻ പി മാത്രം മതി. ഇവിടുത്തെ പി എന്താണ്? വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ്, 1/x ആണ്. അതുകൊണ്ട് IF is equal to ഇൻ്റഗ്രൽ ഇ റൈസ് ടു പി ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ 1/x dx അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇൻ്റഗ്രൽ 1/x എന്താണ്? log x അല്ലേ. സോ ഇയും ലോഗും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ
എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇയും ലോഗും ഒരുമിച്ച് വന്നാൽ ക്യാൻസലായി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആണ് അവിടുത്തെ ആൻസർ. ദെൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ കർവ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1,1. ഈ പാസിംഗ് ത്രൂ പോയിന്റ് തരുന്നതോ അല്ലെങ്കിൽ എക്സും വൈനും കണ്ടീഷൻ തരുന്നതോ ഒക്കെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനാണ്. നമുക്ക് സാധാരണ പ്ലസ് സി ഒക്കെ ഉള്ളൊരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. അത് ജനറൽ സൊല്യൂഷനാണ്. ആ സിയുടെ വാല്യൂ കാണാനുള്ള കണ്ടീഷനാണ് അവർ തരുന്ന പിന്നെ പോയിന്റുകൾ എന്ന് പറയുന്നത്. അത് കണ്ടാൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. പർട്ടിക്കുലർ സൊല്യൂഷൻ ചോദിച്ചു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 2x² + 1 ഇൻറ്റു ഡി എക്സ് ആ. അപ്പോൾ ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2x² + 1/x ആണ്. ഞാൻ രണ്ടിന് താഴെ എക്സ് എഴുതി, ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ എന്താ ബാക്കിയുള്ള നോക്കൂ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു x² എക്സും കട്ടായി പോയാൽ 2x + 1/x. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യുക എന്നുള്ളത് വേഗത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താണ് വേണ്ടത്? ഇവിടെ വേരിയബിൾ സെപ്പറബിളിൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? വേരിയബിൾ സെപ്പറബിളിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡി വൈ ഇസ് ഈക്വൽ ടു 2x + 1/x dx. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഡി വൈ ഇസ് ഈക്വൽ ടു y ആണ്. 2x എന്ന് പറഞ്ഞാൽ അത് x² ആണ്, പ്ലസ് ലോഗ് എക്സ് ആണ് അല്ലേ? പ്ലസ് സി ഉണ്ടാവും. ഇനി അറ്റ് ദ പോയിന്റ് 1,1 അല്ലേ? എക്സിന് 1 കൊടുത്താൽ വൈക്കും 1 കൊടുക്കാം. എക്സും വൈയും 1 കൊടുത്ത് നോക്കൂ. അപ്പോൾ സി എന്താണെന്ന് കിട്ടും? 1 is equal to 1 + log 1 + c. എല്ലാവർക്കും അറിയാം log 1 0 ആണ്. അതുകൊണ്ട് 1 is equal to 1 + c. therefore c is equal to എന്ത് വരണം? 0 വരണം. c is equal to 0. c is equal to 0 ആണെങ്കിൽ ഇതല്ലേ ഗ്രാഫായിട്ട് വരിക, ഐ മീൻ ഫംഗ്ഷനായിട്ട് വരിക. y is equal to x² + log x എന്ന് മാത്രം പോരെ, c വേണ്ടല്ലോ, കാരണം c 0 ആണ്. ക്ലിയർ? ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. സോ ഞാൻ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കാണുമെന്നും പറഞ്ഞു, വേരിയബിൾ സെപ്പറബിൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും പറഞ്ഞു അല്ലേ? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടാൽ പിന്നെ അതിൻ്റെ സോൾവിങ് മെത്തേഡും എല്ലാവർക്കും അറിയാം. ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പഠിച്ചാൽ മതി. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നല്ല വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, ഹോമോജീനിയസ് അങ്ങനെ സ്റ്റേറ്റ് സിലബസിൽ അങ്ങനെ കൂടുതലായിട്ട് ബോർഡ് എക്സാമിന് ചോദിച്ച് കാണുന്നില്ല. ഓക്കെ, ഇനി അങ്ങനെ വന്നാൽ തന്നെ അതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് ലീനിയറോ അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിളോ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയും ചെയ്യും. ഡൺ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ജനറൽ സൊല്യൂഷൻ കാണാനും ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഓർഡർ ആൻഡ് ഡിഗ്രി. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു നോക്കി ഓർഡർ ആൻഡ് ഡിഗ്രി ഇവിടെ d² y / dx² എന്ന് കാണുമ്പോൾ തന്നെ ഓർഡർ 2 അല്ലേ? ഡൺ. ഓർഡർ 2 അല്ലേ? പിന്നെ അതിൻ്റെ പവർ എന്താണ്? അതിൻ്റെ പവർ 1 ആണ്. അതുകൊണ്ട് ഡിഗ്രി 1 ആണ്. ക്ലിയർ? ദെൻ സോൾവ് ചെയ്യാനുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവിടെ ഉണ്ട്. വേറെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്ത് നോക്കാം. ഓർഡറും ഡിഗ്രിയൊക്കെ കാണാനുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി വിട്ടുതരാണ്. ഡൺ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ അല്ലേ? അധികവും ലീനിയർ തന്നെയാണ്. ലീനിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുക. ദെൻ വെക്ടർ ഓൾജിബ്ര. വെക്ടർ ഓൾജിബ്ര ഇപ്പോൾ കാൽക്കുലസ് അങ്ങ് തീർന്നു അല്ലേ? ഇനി 4 ചാപ്റ്റർ ഉള്ളത്, വെക്ടർ 3D ആൻഡ് LPP പ്രോബബിലിറ്റി. ഇപ്പോൾ വെക്ടർ വീണ്ടും നമ്മൾ ഒന്നും കൂടെയൊക്കെ 11th ഫിസിക്സിലൊക്കെ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലംസിലേക്ക് വരുന്നേ ഉള്ളൂ. പ്രധാനമായിട്ട് അറിയേണ്ടത് A.B ആൻഡ് A×B ആണ്. നിർബന്ധമായിട്ടും ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഒക്കെ അറിഞ്ഞിരിക്കുക. കോസ് തീറ്റ സൈൻ തീറ്റ ഫോർമുല അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ പ്രൊജക്ഷൻ എന്താണ്? A.B / മാഗ്നിറ്റ്യൂഡ് ഓഫ് B, പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ഇൻറ്റു A×B ആണ്. എയും ബിയും അഡ്ജസൻ്റ് സൈഡാണ്. ഏരിയ ഓഫ് ദി പാരലലോഗ്രാം. പാരലലോഗ്രാം 2 ഫോർമുലയുണ്ട്. ഒന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് A×B ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു D1 × D2 എന്നൊരു ഫോർമുല കൂടിയുണ്ട് അല്ലേ? അറിഞ്ഞു വെക്കുക. ദെൻ I.I, J.J, K.K, I.J അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. I×K, I×J അതിൻ്റെ ക്രോസും ഡോട്ടും അതിൻ്റെ വാല്യൂസൊക്കെ അറിഞ്ഞു വെക്കുക. ദെൻ A+B² A² + B² + 2A.B ആണ്. ആ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. എപ്പോഴും മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതാണ് അധികവും ചെയ്യാറുള്ളത്. പിന്നെ
ആൽഫ ബീറ്റ ഗാമ ഡയറക്ഷൻ ആംഗിൾസ് ആണ്. അതിൻ്റെ കോസ് അതാണ് LMN, ഡയറക്ഷൻ കൊസൈൻസ്, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ദെൻ XYZ, XI പ്ലസ് YJ പ്ലസ് ZK, അതിൻ്റെ XYZ വിളിക്കുന്ന പേര് ഡയറക്ഷൻ റേഷ്യോ ആണ്. ഓക്കെ, ഇതിൻ്റെ തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ നിന്ന് പലതവണ കിട്ടിയതായിരിക്കും, പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് പഠിക്കണേ. സിമ്പിളാണ്, സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. റൈറ്റ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ. ഒരു എ വെക്റ്റർ ഉണ്ടല്ലേ, 4i - 5j + 6k. ഇതിന് പെർപെൻഡിക്കുലറായ ഒരു വെക്റ്റർ എഴുതാൻ വേണ്ടി പറഞ്ഞാലേ, ഇപ്പോൾ 4i - 5j + 6k എന്നല്ല നമ്മുടെ വെക്റ്റർ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇപ്പോൾ ഞാനൊരു സി വെക്റ്റർ എഴുതാണേ. സി വെക്റ്റർ നിങ്ങൾ ഐയും ജെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 5i - 4j. ഓക്കെ, 5i - 4j. ദെൻ കെൻ എന്ത് ചെയ്യുക? 0k ആക്കി മാറ്റിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ ഒന്ന് സൈൻ മാറ്റി കൊടുത്താൽ മതി. നോക്കൂ നിങ്ങൾ, 4 × 5 20 അല്ലേ, പ്ലസ് -5 - 4 + 20. അപ്പോൾ അത് ആക്ച്വലി ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സൈൻ കൂടെ മാറ്റി കൊടുക്കുക. അപ്പോൾ ചെയ്യേണ്ട ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഐ ജെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, സൈനും മാറ്റുക. 4 × -5 -20. ദെൻ ഒന്ന് മാറ്റി, രണ്ട് മാറ്റിയില്ല നമ്മൾ. ഓക്കെ, ഒന്ന് മാത്രം മാറ്റിയാൽ മതി അല്ലേ. സോ 4 × 5 -20 + 20 ക്ലിയർ അല്ല, 0 ആയി പോകും. സോ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവാൻ വേണ്ടി നമ്മൾ ഒരു വെക്റ്റർ ഉണ്ടാക്കിയാൽ മതി. പെർപെൻഡിക്കുലർ വെക്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ വെക്റ്റർ എ. ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ IJK കോമ്പോണൻസ് തന്നെയാണ്. 4 - 5 6 തന്നെയാണ്. കൊളീനിയർ ആണ് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അവിടെ കൊളീനിയർ പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? കൊളീനിയർ പ്രൂവ് ചെയ്യാൻ പാരലൽ വെക്റ്റർ എന്നുള്ള മീനിങ് ആണ് കൊളീനിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ A1/A2 = B1/B2 = C1/C2. ഇതാണ് കൊളീനിയറിൻ്റെ കണ്ടീഷൻ. ഓക്കെ, പെർപെൻഡിക്കുലർ ആകുമ്പോൾ A.B എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ കൊളീനിയർ ആണെങ്കിൽ A × B 0 ആയിരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ അങ്ങനെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോകട്ടോ. I.J × K, J.I × K. ഓക്കെ, ചെയ്ത് നോക്കാൻ പറ്റില്ലേ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാനുണ്ട്. ഒക്കെ 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് വെക്റ്റർ നമുക്ക് അധികം ഉള്ളത്. A + B, A - B ഒക്കെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വെക്റ്റർ പെർപെൻഡിക്കുലർ ടു 2 വെക്റ്റേഴ്സ് എന്ന് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടുത്തെ ഒരു സി ക്വസ്റ്റ്യൻ കണ്ടോ, 10th സി ക്വസ്റ്റ്യൻ. വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A + B ആൻഡ് A - B. A + Bക്കും A - Bക്കും പെർപെൻഡിക്കുലർ വെക്റ്റർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് A + Bയും കിട്ടും, A - Bയും കിട്ടുമല്ലോ. അതിനെ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ A + B ക്രോസ് A - B ആണ് ചെയ്യേണ്ടത് കേട്ടോ. അഥവാ എപ്പോഴും ഇത് ജനറലി ഓർത്ത് വെക്കുക. ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ IJK X1 Y1 Z1 X2 Y2 Z2 എന്ന് പറഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സിനെ ക്രോസ് ചെയ്താൽ കിട്ടുന്ന വെക്റ്റർ രണ്ടാൾക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് പല സ്ഥലത്ത് ആവശ്യമുള്ളതായിരിക്കും. ഓക്കെ, ദെൻ 3D ജിയോമെട്രി ഇതിൻ്റെ പക്കാ കണ്ടിന്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ cos² ആൽഫ + cos² ബീറ്റ + cos² ഗാമ = 1 എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. 11th ഒക്ടൻ്റ് വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ 3D 12th ചോദിക്കാറൊക്കെ ഉണ്ട്, ചില സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്. ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല ഒക്കെ പഠിച്ചതാണ്. അതൊക്കെ ഇവിടെ ആവശ്യം ഉണ്ടാവും. ദെൻ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് വെക്റ്റർ ഇക്വേഷൻ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R = A + λB പഠിച്ചിട്ടില്ലേ? എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ബി എന്ന് പറഞ്ഞാൽ പാരലൽ വെക്ടറാണ്. ദെൻ അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്? കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - x1/a = y - y1/b = z - z1/c = a കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്ന. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറഞ്ഞാൽ cos θ = B1.B2. അഥവാ രണ്ടാളുടെയും B വെക്റ്റേഴ്സിനെ നമുക്ക് ആവശ്യമുള്ളത് B1.B2 / മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 × മാഗ്നിറ്റ്യൂഡ് ഓഫ് B2. ഈ ഫോർമുല ഓർത്ത് വെക്കുക. ദെൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് നമുക്ക് അധികം ഉണ്ടാവാറുള്ളത്. ദാറ്റ് ഈസ് A2 - A1
ഡോട്ട് B1 ക്രോസ് B2 all divided by magnitude of B1 cross B2. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് സ്റ്റേറ്റ് ബോർഡ് എക്സാമിൽ എപ്പോഴും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ ഇതെല്ലാവരും നല്ല വൃത്തിക്ക് പഠിക്കണം. A2-7 ഡോട്ട് B1 ക്രോസ് B2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2ൻ്റെ ഹോൾ മോഡുലസ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. ഇത് സ്ക്യൂ ലൈൻസിൻ്റെ കേസിലാണ്. പാരലൽ ലൈൻ ആകുമ്പോൾ A2-A1 ക്രോസ് B ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B ആണ്. ആക്ച്വലി നമുക്ക് കൂടുതൽ വരാറുള്ളത് സ്ക്യൂ ലൈൻസ് തന്നെയാണ്. സ്ക്യൂ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പാരലൽ അല്ല, ബട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി പറ്റുന്ന ഇങ്ങനെയൊക്കെ വരുന്ന രണ്ട് ലൈൻസാണ്. ക്ലിയർ അല്ലേ? അഥവാ ഇപ്പോൾ ഇങ്ങനെ വന്നാൽ പാരലൽ ആണല്ലോ, ഇങ്ങനെ വന്നാൽ എന്തായി സ്ക്യൂ ലൈൻസ് ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ കാണാനും ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻ കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടുന്നതാണ് നിങ്ങൾക്ക്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻ കാണാനൊക്കെ ചെയ്യേണ്ടത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു B1 ഡോട്ട് B2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 ആണ്. അപ്പോൾ തന്ന ആളെ ബി വെക്റ്റേഴ്സ് മാത്രമേ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? ഇവിടെയും വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്ത് നോക്കാം. ഇവിടെയും ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഉണ്ട് കേട്ടോ. എബവ് ലൈൻ ആൻഡ് ദ ഗിവൺ ലൈൻ എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം അവിടെ നിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് A2-A1 വേണമല്ലോ. A2-A1 വേണം. ഞാൻ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുന്നില്ല, നിങ്ങൾക്ക് നോക്കി തന്നെ പറയാൻ വേണ്ടി പറ്റും അല്ലേ? 2i - 1i, i 1j - j 0j -k - 0k -k. ഇതാണ് A2-A1. ദെൻ B1 ക്രോസ് B2 നമുക്ക് ആവശ്യമുള്ളതല്ലേ? i j k 2 - 1 1 3 - 5 2. മനസ്സിലാവുന്നു വിചാരിക്കുന്നു അല്ലേ? ദാറ്റ് ഈസ് i ഇൻറ്റു -2 + 5 -j ഇൻറ്റു 4 - 3 + k ഇൻറ്റു -10 + 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3i ദെൻ -j -7k. ഇതാണ് നമുക്ക് B1 ക്രോസ് B2. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? √9 + 1 + 49 √59. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? √59. ദെൻ പിന്നെ ആവശ്യമുള്ളത് എന്താണ്? A2-A1 ഡോട്ട് B1 ക്രോസ് B2 വേണ്ട. A2-A1 ഡോട്ട് B1 ക്രോസ് B2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് പറഞ്ഞു നോക്കൂ, 1 × 3 3 0 × -1 0 + -1 × -7 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താൽ A2-A1 ഡോട്ട് B1 ക്രോസ് B2 10 ബൈ √59 ഈസ് ദി ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ? സെറ്റാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഞാൻ ഗിവൺ ഡാറ്റ ഒക്കെ എടുത്ത് എഴുതുമ്പോൾ അത്യാവശ്യം 4 മാർക്കിന് എഴുതാൻ മാത്രം അതുണ്ടാവും. അഥവാ ആദ്യം A1 എടുത്ത് എഴുതുക, A2 എടുത്ത് എഴുതുക, B1 എടുത്ത് എഴുതുക, B2 എടുത്ത് എഴുതുക, A2-A1 കാണുക, B1 ക്രോസ് B2 കാണുക, അവരെ തമ്മിൽ ഡോട്ട് ചെയ്യുക, B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. ഇതെല്ലാം കൂടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എഴുതുക, ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്ത് കേട്ടോ. നിങ്ങൾ ചെയ്യണേ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ക്ലിയർ? LPP 12th ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ എന്ന് വെച്ചാൽ LPP ആണ് എല്ലാവരും പറയാം അല്ലേ? 6 മാർക്കിന് വരെ ബോർഡ് എക്സാമിന് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ സൗകര്യത്തിൽ ആൻസർ ചെയ്യാനും ഷുവറായിട്ട് ആ മാർക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ LPP നമുക്ക് എല്ലാവർക്കും അറിയാം, മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്ന ഗ്രാഫൊക്കെ വരച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഗ്രാഫ് വരച്ച് അതിൻ്റെ ഫീസിബിൾ റീജിയൻ കണ്ടെത്തി, കോർണർ പോയിൻറ്റ്സ് കണ്ടെത്തി, അതിൻ്റെ വാല്യൂസ് കാണാം. വാല്യൂസിൽ ഏറ്റവും ലീസ്റ്റാണ് മിനിമം, ഏറ്റവും വലുതാണ് മാക്സിമം. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി എന്നുള്ളത് മാത്രം അതിൻ്റെ ഗുണം. എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം അല്ലേ? ഇപ്പോൾ Z = 3x + 9y എന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്കുള്ളത്. ദെൻ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ് കൺസ്ട്രെയിൻസ് ഉള്ളത്? x + 3y < or = 60 നമുക്കുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് x + 3y = 60 ആക്കണം.
അതേപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ആക്കണം. 6 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഉണ്ട്. നമ്മൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ആക്കണം. പിന്നെ എക്സും വൈയും പോസിറ്റീവാണ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നുള്ളതാണ് അല്ലേ. ദെൻ നമ്മൾ ടേബിൾ വരച്ചിട്ട് നമുക്ക് എന്ത് വേണം, ലൈനൊക്കെ എല്ലാം ലൈനിൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ട് 2 പോയിൻ്റാണ് നമ്മൾ ഓരോന്നിലും കാണേണ്ടത്. നല്ല വൃത്തിക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, വരച്ച് വെക്കുക കേട്ടോ. നമുക്ക് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിനേക്കാളും മാർക്ക് കൺഫേം ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണിത്. 6 മാർക്കിന് ബോർഡിന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ സൗകര്യമാണ്. ഇതാരും തെറ്റിക്കാതെ തന്നെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്ത് വരും, വൈക്ക് 20 വരും. വൈക്ക് 0 കൊടുത്താൽ എക്സിന് 60 വരും. ഇവിടെ എക്സിന് 0 കൊടുത്താൽ വൈ 10ഉം വൈക്ക് 0 കൊടുത്താൽ എക്സ് 10ഉം. ഇവിടെ എക്സിന് 0 കൊടുത്താൽ വൈ 0, എക്സിന് 10 കൊടുത്താൽ വൈ 10 ആവും അല്ലേ. ദെൻ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വരയ്ക്കുക. ടെൻ 20 30 അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്ന ലൈൻസിൻ്റെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് നോക്കാം അല്ലേ. എക്സ് 0 വൈ 20 ഇവിടെ ഉണ്ടാവും, എക്സ് 60 വൈ 0 ഇവിടെ ഉണ്ടാവും. ഈ ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്തു, റെഡി അല്ലേ. ദെൻ അടുത്തത് ഏതാ, 10 10 കണക്ട് ചെയ്യുന്ന ലൈൻ അല്ലേ. ഏതാ ലൈൻ, ഇതിലെ വരിക, ഇതാണ് അടുത്ത ലൈൻ. അടുത്തത് 0 0 10 10, അത് ഇങ്ങനെ പോകുന്ന ലൈനായിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈനല്ലേ വരിക. യെസ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് എവിടേക്കാണ് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം 0 0 എന്നുള്ള പോയിന്റ് ഇട്ട് നോക്കുമ്പോൾ, ഇപ്പോൾ ഇവിടേക്ക് ഇട്ട് നോക്കുമ്പോൾ 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ട്രൂ ആണ്. അപ്പോൾ 0 0 ഉള്ള ഭാഗത്തേക്കാണ് വരിക, പഠിച്ചിട്ടുണ്ട്. അതോ താഴത്തോട്ട്. അടുത്തതിലിട്ട് നോക്കുമ്പോൾ 0 + 0 ഇവിടേക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ 0 + 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഫാൾസ് ആണ്. അപ്പോൾ 0 0 അല്ലാത്ത ഭാഗത്തേക്കാണ് പോവുക എന്ന് പറഞ്ഞാൽ ആ ലൈൻ എടുക്ക് വരും, മേലോട്ട് പോവും, ഇങ്ങനെ വരും. ദെൻ അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു വൈക്ക് 0 0 ഇടാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെ 10, 0 അല്ലെങ്കിൽ 20, 0 ഇട്ട് നോക്കിയാൽ മതി. 20, 0 ദെൻ 20, 0 ഇട്ട് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് 20, 0 ഇട്ട് നോക്കുകയാണെങ്കിൽ 20 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ഫാൾസ് അല്ലേ. അപ്പോൾ 20, 0 ഉള്ള ഭാഗത്തേക്കല്ല വരിക, അപ്പുറത്തേക്കാണ് പോകുന്നത്, മനസ്സിലായി. അഥവാ ഈ ഭാഗത്തേക്കാണ് വരിക. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് നമുക്ക് വരുന്നത്. ഈസി അല്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യുക, കോർണർ പോയിൻറ്റ്സ് കാണാം. എന്നിട്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, ആ കോർണർ പോയിൻറ്റ്സ് കണ്ടെത്തിയിട്ട് അതിലൊക്കെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് വാല്യൂ. ഓൾറെഡി നമുക്ക് 2 കോർണർ പോയിൻറ്റ് പെട്ടെന്ന് കിട്ടും അല്ലേ. ഏതൊക്കെയാണ്, ഒന്ന് നമുക്ക് 0, 10 ഉണ്ട്, 0, 20 ഉണ്ട്. ദെൻ ഒന്ന് 5, 5ഉം അതുപോലെ തന്നെ 15, 15 ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. റെഡിയാണോ? അപ്പോൾ ഞാൻ ഈ 4 പോയിൻറ്റ്സിലുള്ള കോർണർ പോയിൻറ്റ്സിലെ വാല്യൂസാണ് ഇനി കാണാനുള്ളത് അല്ലേ. വാല്യൂസ് കണ്ടു നോക്കാം നമുക്ക്. ഈ ടേബിളാവുന്ന അവസാനം വരക്കേണ്ടത് നിങ്ങൾ. 0, 10 ഉണ്ട്, 0, 20 ഉണ്ട്, 5, 5 ഉണ്ട്, അതേപോലെ തന്നെ 15, 15 ഉണ്ട്. z is equal to നമുക്ക് ഏതാണ് ഫംഗ്ഷൻ, z is equal to ഉള്ള ഫംഗ്ഷൻ ഏതാണ്, 3x + 9y ആണ്. ക്ലിയർ. ഇവിടെ മാക്സിമൈസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, മാക്സിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടി വരിക. ജസ്റ്റ് കണ്ടു നോക്കാം. 9 × 10 90, 9 × 20 180, 3 × 5 15 + 9 × 5 45 60, 3 × 15 45 + 9 × 15 135, 135 140 140 +
12 × 15 ടോട്ടലി വരും അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 തന്നെ വരും. സോ 180 രണ്ട് സ്ഥലത്ത് നമുക്ക് മാക്സിമം വാല്യൂ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദ മാക്സിമം വാല്യൂ ഒക്കേഴ്സ് അറ്റ് എവരി പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദാറ്റ് 2 points. ഏതൊക്കെ 2 points ആ 0,20 and 15,15. സോ ദ മാക്സിമം ഒക്കേഴ്സ് അറ്റ് എവരി പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് 0,20 and 15,15 എന്നുള്ള കൺക്ലൂഷനാണ് ഇവിടെ വേണ്ടത് അല്ലേ. ഒന്നിലധികം മിനിമം അല്ലെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ കുറേ മിനിമം മാക്സിമം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഡൺ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്, ചെയ്ത് നോക്കണം. 6 മാർക്കിന് ചോദിക്കുന്നത് എന്നുള്ളത് വലിയ അഡ്വാൻറ്റേജാണ്. വേറെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോബബിലിറ്റി കണ്ടീഷണൽ പ്രോബബിലിറ്റി നമുക്കുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റും കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ബേസ് തിയറം ആൻഡ് ടോട്ടൽ പ്രോബബിലിറ്റി രണ്ടും ഒന്നാണ്. രണ്ടും ഒറ്റ സ്ട്രെച്ചിന് പഠിക്കാൻ വേണ്ടി പറ്റും. അതൊരു എക്സാമ്പിളോട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊന്നാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർക്ക് ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ സെലക്ട് ചെയ്യണം. ഓക്കെ, 3 ക്ലാസ് റൂം ഉണ്ട്, അഥവാ മോർ ദാൻ 1 ഓപ്ഷൻസ് ഒരാൾക്ക് ഒരു കാര്യം സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയാണ് ഈ ടോട്ടൽ പ്രോബബിലിറ്റി ആൻഡ് ബേസ് തിയറം ഉണ്ടാവുക. അപ്പോൾ ഈ ടീച്ചർക്ക് ഒരു കുട്ടിയെ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ടീച്ചർ ക്ലാസ് റൂമിനെ സെലക്ട് ചെയ്യണ്ടേ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഫോർ ഗെറ്റിംഗ് എ ബോയ്, കിട്ടുന്ന സ്റ്റുഡൻറ്റ് ബോയ് ആവാനുള്ള ചാൻസ് എന്താണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്ലാസ് സെലക്ട് ചെയ്തു, ഇനി അവിടുന്ന് കുട്ടിയെ സെലക്ട് ചെയ്യണം, അത് ബോയ് ആവണം. ദെൻ സെക്കൻഡ് ക്ലാസ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ തേർഡ് ക്ലാസ് സെലക്ട് ചെയ്തു, ഇങ്ങനെ വരണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബോയിനെ കിട്ടാനുള്ള ചാൻസ് എന്താണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ ക്ലാസ് 1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബോയ് ഫ്രം ദ ക്ലാസ് 1 ഓർ അഥവാ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ക്ലാസ് 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബോയ് ഫ്രം ക്ലാസ് 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ക്ലാസ് 3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ദ ബോയ് ഫ്രം ദ ക്ലാസ് 3. അങ്ങനെ 3 കേസായിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി ഇതിൽ തന്നെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബോയ് ത്രൂ ക്ലാസ് 2, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ബോയിനെ കിട്ടാനുള്ള ചാൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ബേസ് തിയറം. അപ്പോൾ ആ രണ്ടാമത്തെ ക്ലാസ് ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ബോയിനെ കിട്ടാനുള്ള ചാൻസ് മേലെ ന്യൂമറേറ്ററിലും നേരത്തെ കിട്ടിയ എൻറ്റയർ കേസ് ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ അതാണ് ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. അതാണ് റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ടോട്ടൽ പ്രോബബിലിറ്റി ആൻഡ് ബേസ് തിയറം എന്നത് കോൺസെപ്റ്റ് നന്നായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കാം അല്ലേ. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്താണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പി ഓഫ് എ ആയിരിക്കും. അതിൻ്റെ റീസൺ എല്ലാവർക്കും ഇക്വേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണല്ലോ ഇക്വേഷൻ. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഇൻറ്റു ചെയ്യലാണ് ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് ചെയ്യുക. ദാറ്റ് ഈസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. ആര് ക്യാൻസലായി പോകും, പി ഓഫ് ബികൾ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ പി ഓഫ് എ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഫസ്റ്റത്തതാണ് നമുക്ക് ആൻസറായിട്ട് വരിക. കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ ഡൈ ലെറ്റ് ദ ഇവൻ ഗെറ്റിംഗ് ഓഡ് നമ്പർ. ഡൈ ടോസ് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താണ്. ഗെറ്റിംഗ് ഈവൻ നമ്പറാണ് ബി. ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് ബി ഗിവൺ എ. അപ്പോൾ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കൂ. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ബി ഓൾറെഡി ഹാപ്പൻഡ് ആണ്, എന്നിട്ട് എ കിട്ടാനുള്ള ചാൻസ് എന്താണ്. ബി എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് ഓട് കിട്ടാനുള്ള ചാൻസ് എന്താണ്. ഒരിക്കലും സംഭവിക്കില്ലല്ലോ, 0 അല്ലേ. ക്ലിയർ അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ വേണമെങ്കിൽ പി ഓഫ് ഇങ്ങനെയല്ലേ എഴുതുക, എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അപ്പോൾ ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താണ്, ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് അതാണ് താഴെ എഴുതുക അല്ലേ. അപ്പോൾ ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് 3/6 1/2 ആണ്. ഇനി മുകളിൽ എ ഇൻ്റർസെക്ഷൻ ബി ഓടും ഈവനും ആവുന്ന കേസ് അങ്ങനെ സംഭവിക്കൂടാ, ഇല്ലല്ലോ. അതുകൊണ്ട് ആൻസർ 0 അല്ലേ. അതേപോലെ പി ഓഫ് ബി ഗിവൺ എയും എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ അത്ര ഒരു നല്ല ക്വസ്റ്റ്യൻ അല്ല അത് അല്ലേ. ദർ ആർ 2 coins. One is a 2-headed coin. Another is a biased coin with the probability of getting a head is 3/4. അപ്പോൾ ഒന്ന് ഒരു പക്ക ഹെഡും ടെയിലും വരുന്ന രണ്ടും ഹെഡ് വരുന്നൊരു കോയിനാണുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ് ഫസ്റ്റത്തെ കേസിൽ. നമുക്ക് എന്താണ് കിട്ടേണ്ടത് നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ ഫുൾ വായിച്ച് നോക്കി എല്ലാവരും, ക്വസ്റ്റ്യൻ ഫുൾ വായിച്ച് നോക്കാം. ദർ ആർ 2 coins. One is a 2-head coin. അഥവാ ആ കോയിൻ്റെ രണ്ട് സൈഡും എന്താണ്, ഹെഡാണ്.
അനദർ ഈസ് എ ബയസ്ഡ് കോയിൻ, അതും ബയസ്ഡ്, രണ്ടാമത്തവും ബയസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഹെഡിനും ടൈലിനും ഈക്വൽ ചാൻസ് അല്ല, ഹെഡ് കിട്ടാനുള്ള ചാൻസ് 3/4 ആണ്. വൺ ഓഫ് ദ കോയിൻ ഈസ് ചോസൺ അറ്റ് റാൻഡം, അതിൽ നിന്ന് ഒരു കോയിൻ എടുത്തു എന്നിട്ട് ടോസ് ചെയ്തു, ഇറ്റ് ഷോസ് ഹെഡ്, അത് ഹെഡ് ഷോസ് ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് എ 2 ഹെഡ് കോയിൻ, അത് 2 ഹെഡഡ് കോയിനിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ഇത് ബേസ് തിയർ അല്ലേ, 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ തന്നെ ഹെഡ് കിട്ടുകയും വേണം, അത് ഈ 2 ഹെഡഡ് കോയിനിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? റിക്വയർഡ് പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു, അപ്പോൾ 2 ഹെഡ് കോയിൻ ആവാനുള്ള ചാൻസ് എന്താ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 2 ഹെഡഡ് അത് ഈക്വൽ ചാൻസ് അല്ലേ, അതോ പിന്നെ ഏത് കോയിൻ എന്നുള്ളതിന് ഈക്വൽ ചാൻസാണ്, രണ്ടിനും 1/2 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് ബയസ്ഡ് അതും 1/2 തന്നെയാണ്. ഇനി പ്രോബിലിറ്റി ഓഫ് ഹെഡ് ഫ്രം 2 ഹെഡഡ് എന്താ? അവിടുന്ന് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താ? 1 ആണ് അല്ലേ, കാരണം 2/2 എന്നല്ല വരിക. ദെൻ പ്രോബിലിറ്റി ഓഫ് ഹെഡ് ഫ്രം ബയസ്ഡ് അത് 3/4 തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഹെഡഡിൽ നിന്ന് എന്ത് കിട്ടണം? ഹെഡ് കിട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മേലെ വരും. ഇനി 1/2 ഇൻറ്റു 1 താഴെ വരും, പ്ലസ് 1/2 ഇൻറ്റു 3/4 കൂടി താഴെ വരും, കാരണം ബയസ്ഡിൽ നിന്ന് കൂടി കിട്ടാലോ. അതിൽ നിന്ന് ഹെഡ് പിന്നെ അത് 2 ഹെഡഡിൽ നിന്ന് ഹെഡ് കിട്ടുന്നത് മാത്രമാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ 1/2 ക്യാൻസൽ ചെയ്താൽ 1/1 പ്ലസ് 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/7 ഈസ് ദി ആൻസർ. ക്ലിയർ അല്ല? 4 മാർക്കിൻ്റെ ചോദ്യമാണ്, കുറച്ചുകൂടെ ഒക്കെ ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞ പോലെ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ ഈസിയാണ്, പ്രോബബിലിറ്റിയിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ നമ്മൾ കുറേ നേരമായി എങ്കിലും ഓടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കാണിക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ +1 ഫോർമുല മാത്രം മതിയാവും. ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ് എങ്കിൽ P of A 0.3യും P of B 0.4 ആണെങ്കിൽ P of A ഇൻ്റർസെക്ഷൻ B എന്താ? ഈസി അല്ലേ, 0.3 ഇൻറ്റു 0.4 ചെയ്താൽ മതി അല്ലേ, ഇൻ്റർസെക്ഷൻ ഇൻറ്റു ചെയ്യല. A യൂണിയൻ B ചെയ്യാൻ +1 ഫോർമുല മതി. A ഗിവൺ B ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ച P of A ഇൻ്റർസെക്ഷൻ B ബൈ P of B ചെയ്താൽ മതി. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടെ നോക്കുക. ഇതൊക്കെ ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബേസ് തിയറം വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണേ. ക്ലിയർ ആണല്ലോ അല്ലേ? സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് കൂടുതലായിട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. വേറെ ഒരു വഴിയുമില്ല. കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടെക്സ്റ്റ് ബുക്കിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തത് തന്നെ പിന്നെയും ചെയ്യാമെന്നുള്ളതല്ല, കുറച്ചും കൂടെ ഒക്കെ പുതിയ ക്വസ്റ്റ്യൻസ്, എക്സാമ്പിളുള്ള ക്വസ്റ്റ്യൻസ് അടക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. സോ 2026 +2 ബോർഡ് എക്സാം എഴുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു. ബൈ ബൈ.